ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. മുല്ലോർലിത്തേവരേ ശരണം. സർവേശ്വര മംഗലത്തപ്പ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ശ്രീഹരയേ നമഃ. ജാനകീ ജീവനസ്മരണം. ഹര നമ പാർവതീപതയേ. ആഞ്ജനേയ സ്വാമിക്ക് ഗോപികാ ജീവനസ്മരണം. ജയ് ജയ് ശ്രീ രാധേശ്യാം. രാധേശ്യാം എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. ഭഗവാന്റെ അപാരമായിട്ടുള്ള ആ കാരുണ്യം കൊണ്ട് എപ്പോഴും നമ്മൾ ഭാഗവതം വായിക്കുമ്പോഴും രാമായണം വായിക്കുമ്പോഴൊക്കെ കൂടുതൽ ഇങ്ങനെ കണ്ട് കാരുണ്യാബ്ധേ ദയാനിധേ കാരുണ്യവാരിധേ എന്നൊക്കെ നമുക്ക് കേൾക്കാം. ആ ഭഗവാന്റെ കാരുണ്യത്തിന് എത്ര പറഞ്ഞാലും മതിയാവില്ല. അത്രയും കാരുണ്യമാണ് ആ ഭഗവാന്. അങ്ങനെയുള്ള ഭഗവാന്റെ അതിരറ്റ കാരുണ്യം കൊണ്ട് മാത്രമാണ് നമുക്ക് ഭഗവാന്റെ സന്നിധിയിലിരുന്ന് രാമായണമൊക്കെ പോലെയുള്ള പാരായണം ചെയ്യാൻ സാധിക്കുന്നതും നാമം ജപിക്കാൻ സാധിക്കുന്നതും. മഹൽ ഗ്രന്ഥങ്ങളൊക്കെ ഇവിടെ വച്ചിട്ട് നാരായണീയം, രാമായണം, ഭാഗവതമൊക്കെ നമുക്ക് വായിക്കാനും ശ്രവിക്കാനും ഒക്കെ സാധിക്കുന്നത് ആ ഭഗവാന്റെ അതിരറ്റ കടാക്ഷം കൊണ്ട് മാത്രമാണ്. നമ്മളെ അതിന് പാത്രമാക്കി എന്നുള്ളത് ആ കാരുണ്യമാണ്. ഏതെല്ലാം ജന്മത്തിൽ എപ്പോഴൊക്കെയോ ചെയ്ത ഒരു ചെറിയ അല്ലേ. നമ്മുടെ കഴിഞ്ഞ ദിവസം ഈ ഭാഗവത സപ്താഹം ഇവിടെ സത്രം നടക്കണമെന്ന് പറഞ്ഞല്ലോ തിരുവമ്പാടി. അത് കേട്ടപ്പോൾ മണിവർണ്ണം തിരുമേനി പറഞ്ഞു, ഇവിടെ വരുന്നവരുടെ കയ്യിലെന്താണ് നല്ല ഭഗവാൻ നോക്കുക. എന്തെങ്കിലും കയ്യിലെന്താണെന്ന് നോക്കണേക്കാളും കയ്യിൽ ഭൗതികമായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് നോക്കണേക്കാളും മുമ്പ് മനസ്സിലെന്താണ്, ആ മനസ്സ് എനിക്ക് തരാനായിട്ടാണോ വന്നിരിക്കുന്നത്, ആ മനസ്സ് എങ്ങനെയുള്ളതാണ്, ഉള്ള് എങ്ങനെയാണെന്നാണ് ഭഗവാൻ ഏറ്റവും ആദ്യം നോക്കുക. നമ്മളുടെ ഉള്ളിലേക്കാണ് ഭഗവാൻ നോക്കുക എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഭഗവാൻ നോക്കണത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളൊക്കെ മറ്റുള്ളവരെയൊക്കെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കൂലേ എല്ലാവരെയും. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടോ എന്നുള്ളത്. എന്ത് കാര്യം ചെയ്താലും അതിൽ ഒരു തെറ്റ് കണ്ടുപിടിക്കുക അല്ലേ. തമാശയ്ക്കൊക്കെ ഈ തമാശ പറയണ കോമഡിക്കാരൊക്കെ പറയണ കേട്ടിട്ടുണ്ട്, എന്ത് കണ്ടിട്ടും തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റണില്ല. ഒരു കെട്ടിടമൊക്കെ പണിതപ്പോൾ ഒരു തെറ്റും അതിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല, എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവസാനം പറഞ്ഞു അത്ര ഇതൊന്ന് പൊളിക്കാൻ ഭയങ്കര പാട് പെടും എന്നാണ് പറഞ്ഞതെന്ന്. പൊളിക്കാനല്ലല്ലോ നമ്മൾ പണിയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു കുറ്റം പറയുക എന്നുള്ളത് അതാണ് നമ്മുടെ സ്വഭാവം. അതിനാണ് നമ്മൾ മറ്റുള്ളവരെ നിരീക്ഷിക്കുന്നത്. അവരുടെ എത്ര നന്മയുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ ഒരു തിന്മയുണ്ടോ എന്ന് നോക്കാനാണ് നമ്മൾ നിരീക്ഷിക്കുക. പക്ഷേ ഗുരുവായൂരപ്പൻ അങ്ങനെയല്ല. നമ്മുടെ മനോമാലിന്യങ്ങളൊക്കെ ചിക്കിച്ചകഞ്ഞ് നോക്കും. അതിൻ്റെ എവിടെന്നെങ്കിലും ഒരു ഇത്തിരി, കാരണം ഭഗവാൻ അറിയാം ആ ഒരു നന്മയുടെ ഒരു ഉറവിടം നമ്മുടെ ഉള്ളിലുണ്ട്.
ആ ഉറവിടത്തിനെ അല്ലേ ശരിക്കും ഉണ്ടല്ലോ. ആ നീരുറവ വരുമ്പോൾ ഇപ്പോൾ കിണറൊക്കെ കുറേ കഴിഞ്ഞാൽ കിണറ്റിൽ വെള്ളമൊന്നും കിട്ടാണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? ആ കിണറൊക്കെ നല്ലോണം ചേറൊക്കെ എടുത്ത് വൃത്തിയാക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഉറവ അവിടെ ഉണ്ട് ഉറവ, അത് പുറത്തേക്ക് ഇങ്ങനെ വരാൻ വേണ്ടി. അതുപോലെ നമ്മുടെ ഉള്ളിലുണ്ട് ആ ഉറവയെ, അതിനെയാണ് ഭഗവാൻ നോക്കുക, നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക. വല്ലാണ്ട് മാലിന്യമായിട്ടുണ്ടെങ്കിൽ ഭഗവാൻ തന്നെയാണ് അത് പല പ്രകാരത്തിൽ ഇതുപോലെയൊക്കെ സത്സംഗങ്ങളിൽ കൊണ്ടുവന്ന് വെച്ച് നാമം ജപിപ്പിച്ച് പലതും ചെയ്തിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആ നീരുറവ വീണ്ടും ഈശ്വരനിലേക്ക്, നമ്മളുടെ ഉള്ളിലേക്കുള്ള ആ ഭക്തിയുടെ നീരുറവ ഭഗവാൻ തന്നെ വേണ്ട വിധത്തിലാക്കി തരുന്നു. അതാണ് ഭഗവാന്റെ അപാരമായിട്ടുള്ള കാരുണ്യം. അത് തന്നെയാണ് ഈ ക്ഷേത്രങ്ങളിൽ വന്നാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം അത് തന്നെയാണ്. കാരണം ഭഗവാൻ നമ്മളിവിടെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടതുപോലെ അതിനെ പ്രയോജനപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പോൾ പല കാര്യങ്ങളും കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ നമ്മുടെ ഇതിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ആരൊക്കെ കാണുന്നുണ്ട് എനിക്ക് ആ ഭാഗവത സപ്താഹം എന്ന് എനിക്കറിയില്ല, പക്ഷെ അത് കേട്ടാൽ ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. അതിൽ അദ്ദേഹം പറയണ ഒരു കാര്യമുണ്ട്, നമ്മളുടെ ഓരോരുത്തരും അവരവർക്ക് സൗകര്യം പോലെ ആ ഒരു സത്സംഗത്തിൽ അവനവന് പറ്റണ 2 or 3 പേരെ കൂട്ടിക്കൊണ്ടു സത്സംഗത്തിൽ ഇരിക്കണം. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ പരിധിക്കുള്ളവരെ കൊണ്ടുവന്ന് ഇരുത്തണം. എന്നിട്ട് അവിടെ വച്ചിട്ടൊരു കാര്യം പറയുമ്പോൾ അത് ഭഗവാൻ എനിക്ക് തന്നൊരു ഉത്തരമാണ്. ഇനി ഞാനതൊന്നും പറയില്ല, ആവശ്യമുള്ളവർ സ്വീകരിച്ചോട്ടെ എന്ന് ഞാനിതിന് മുമ്പ് ഒരു തവണ പറയേണ്ട. ഇവിടെ വർത്തമാനം പറയണ കാര്യം ഇതൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ പറയണ അങ്ങനെയല്ല പറയണ്ടേ, നാമം ജപിക്കണം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ അത് എത്ര തവണ പറഞ്ഞാലും നിർത്തരുത്. ആരും കേട്ടില്ല, നാമം ജപിക്കാൻ പറഞ്ഞാൽ കേൾക്കാനുള്ളവരുണ്ടെങ്കിലും വേണ്ട. അത് എപ്പോഴാണ് ആ ഒരു ജീവൻ്റെ ഉള്ളിലേക്ക് എത്തുക എന്നറിയില്ല. അത് എത്തണ വരെ അല്ലേ. ഒരു മരുന്ന് പ്രയോഗിക്കുമ്പോൾ ആ മരുന്ന് ഫലിക്കണ വരെ കൊടുക്കണം അല്ലേ. ആദ്യം കൊടുത്തിട്ട് പിന്നെ അത് ഫലിക്കണില്ലെങ്കിൽ അന്ന് അത് വേണ്ടാന്നല്ലല്ലോ വയ്ക്കുക. അപ്പോൾ അത് ആ ജീവന് ഫലം കിട്ടണ വരെ അവർ നാമം ജപിക്കണ നാമം ജപിക്കാത്തവരൊക്കെ വന്ന് നാമം ജപിക്കണവരെ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇതാണ് നമ്മുടെ തൊഴിലെന്ന് വിചാരിച്ചാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് മഹാത്മാക്കളുടെ വാക്കുകൾ അതൊക്കെ കേൾക്കാൻ സാധിക്കുന്നതും ഇതെല്ലാം ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ആ ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ മഹത്വമാണ് നമ്മളിവിടെ പറഞ്ഞത്. ആ നീരുറവ നമ്മളിലേക്ക് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. പക്ഷേ ആ ഭഗവാന്റെ കാരുണ്യം നമ്മളിൽ നിറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ വീണ്ടും ഭഗവാൻ അവിടെ നിന്ന് നമ്മുടെ മനസ്സിൻ്റെ മാലിന്യം തീർക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓരോ സത്സംഗങ്ങളൊക്കെ തന്ന് നമ്മളെവിടെ കൊണ്ടുവന്ന് ഇരുത്തിയാലും നമ്മൾ വീണ്ടും ആ മനോമാലിന്യങ്ങളെ തേടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വീണ് പോയാൽ പിന്നെ ആ ഭഗവാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട്. എന്നിട്ട് എന്തെങ്കിലും പറയണ്ട മുല്ലോർലി തേവരെ എന്നിട്ട് എന്താ കാര്യം ഉണ്ടായെന്ന് നമ്മൾ ചോദിക്കുമല്ലേ. അപ്പോൾ തേവർ ചോദിക്കും, ഞാൻ എത്ര കാലമായിട്ട് നമ്മളെ ഒന്ന് ശുദ്ധാക്കാൻ പ്രയത്നിച്ചു കൊണ്ടേയിരിക്കുക. തേവർക്ക് രാവും പകലും സ്വൈരമില്ലാണ്ട ജോലി. നമുക്കാണെങ്കിൽ നമ്മൾ എത്ര ജോലി ചെയ്യണു അതനുസരിച്ചിട്ട് നമ്മളതിൽ മനോമാലിന്യം നിറയ്ക്കുകയും ചെയ്യും. അപ്പോൾ ആ മാലിന്യങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാൻ ആ ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ സേവ ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ മനോമാലിന്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മളും കൂടി പ്രയത്നിക്കണം. അപ്പോൾ അതിന് നാമം ജപിക്കുകയല്ലാണ്ട് വേറെ ഒരു വഴിയില്ല. നാമം ജപിക്കുക മാത്രമേ ഉള്ളൂ. നാമം ജപിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ അങ്ങനെ ആ നാമം ജപിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കണം. നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിനെ കൊതിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇടയിൽ പ്രതിബന്ധമായിട്ട് നിൽക്കുന്ന എല്ലാത്തിനെയും തരണം ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ന് 15 ദിവസം വരെ നമ്മൾ പാരായണം ചെയ്തതാ ഇവിടെ എത്തി. ആ 15ാമത്തെ ദിവസമാണ് ഇന്ന്. പകുതി ദിവസം കഴിഞ്ഞു നമ്മുടെ രാമായണ പാരായണം തുടങ്ങിയിട്ട്. പക്ഷേ നമുക്ക് ആർക്കും തോന്നണില്ല അത്ര ദിവസമൊക്കെ ആയി എന്നുള്ളത് തോന്നണേ ഇല്ല. അങ്ങനെ ആ പാരായണം വേണ്ടതുപോലെ ആവാനായിട്ട് ആ ഗുരുവായൂരപ്പൻ്റെ മുല്ലോർലി തേവരുടെ ആ സഹായം കൊണ്ട് നമ്മൾ ഇതെല്ലാം നമ്മുടെ പറയണം, നമ്മുടെ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്ത് ശോധന വരുത്തിയിടുവാൻ ആവോളം വന്ദിക്കുന്നേന്. അപ്പോൾ നമ്മുടെ മനോമാലിന്യങ്ങൾ തീർക്കാൻ നാമജപത്തിന് മാത്രമേ സാധിക്കുള്ളൂ. നാമം ജപിക്കാണ്ട് എങ്ങനെ പരിശ്രമിച്ചോട്ടെ സാധിക്കില്ല. അതുകൊണ്ട് നാമം ജപിക്കുക തന്നെ വേണം.
അത് മാത്രമേ ഉള്ളൂ ഒരു വഴി എന്ന് വെച്ചാൽ. പിന്നെ ജപിക്കാണ്ട് പറ്റുമോ? അപ്പോൾ അത് ജപിക്കേ പറ്റുള്ളൂ. എല്ലാത്തിൽ നിന്നും അത് ജപിച്ച് നോക്കണവർക്ക്, ജപിച്ച് അതിൽ ആ ജപം ലയം വന്നവർക്ക് അറിയാം നമുക്ക് വരുന്ന വ്യത്യാസങ്ങൾ. അപ്പോൾ അങ്ങനെ നാമം ജപിക്കാനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ സത്സംഗത്തിൽ വേണ്ടതുപോലെ ഇത് പങ്കെടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ആ 15ാമത്തെ ദിവസത്തെ പാരായണം നമുക്ക് ആരംഭിക്കാം. ഇത് ഇങ്ങനെ ആർക്കെങ്കിലും ഞാനിതിങ്ങനെ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേര് നമ്മുടെ സത്സംഗം ഇന്നലെ ഈ ഭാഗവതം കേൾക്കണ കാരണം കൊണ്ട് ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് അപ്ലോഡ് ചെയ്യാനായിട്ടൊക്കെ വിട്ടുപോവുക. ചെന്ന ഉടനെ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ആ ഇത് വെച്ചിട്ട് അത് കേട്ടുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതിങ്ങനെ മറന്നു പോയിട്ട് ഇന്നലെ രാത്രി ആവാറായി അത് അപ്ലോഡ് ചെയ്തപ്പോഴേക്കും ഓരോരുത്തർ ചോദിച്ചു തുടങ്ങി, ഇന്നെന്താ രാമായണം വായിച്ചില്ലേ, ഇന്നെന്താ അപ്ലോഡ് ചെയ്യാത്ത, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ എന്നൊക്കെ ചോദിച്ചു. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടല്ല. ഭാഗവതം മനോഹരമായിട്ടുള്ള പാരായണം ആണ് ഭാഗവതത്തിൽ. എത്ര അറിവില്ലാത്തവർക്കും ഹൃദയത്തിൽ തട്ടണ പോലെ എല്ലാവരും മനോഹരമായിട്ട്, അത്രയോ 108 ആചാര്യന്മാർ ഒരേ സമയം വേദിയിലിരുന്ന് വായിക്കാൻ ചില ആ സന്നിധിയിൽ ഇരിക്കാൻ തന്നെ പറ്റണത് ഭാഗ്യമാണ്. അപ്പോൾ മനസ്സുകൊണ്ടെങ്കിലും അവിടെ ചെന്ന് ഇരിക്കാൻ സാധിക്കട്ടെ എന്ന് വിചാരിച്ച് അതിൽ മനമൂന്നിയിട്ടാണ് അത് അപ്ലോഡ് ചെയ്യാനൊക്കെ വൈകണത്. അതിനെല്ലാവരും ക്ഷമിക്കണം എന്ന് പ്രത്യേകം പറയട്ടെ. അപ്പോൾ അങ്ങനെ പലരും കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ഇതിപ്പോൾ ഏതാ എന്നുള്ളത് അറിയാണ്ട് ഇരിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഈ ദിവസങ്ങളെ കറക്റ്റായിട്ട്. പിന്നെ നമ്മുടെ മനസ്സിലും അത് ഒരു ഉറപ്പുണ്ടാവട്ടെ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയണത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഭാഗം പാരായണം ചെയ്യാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൈ നനച്ചോളൂ. കൈ നനച്ചോ? ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം, ജാനകീ ജീവനസ്മരണം. ഹര നമ പാർവതീപതയേ. ആഞ്ജനേയ സ്വാമിക്ക് പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗജാനനം ഭൂതഗണാതിസേവിതം കബിദ്ധജംഭൂഫലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. കൂജന്തം രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം. ആനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമര്യപാദം. മനോജവം മാരുതതുല്യവേഗം
ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ജാനകീ ജീവനസ്മരണം. ആഞ്ജനേയ സ്വാമിക്ക്. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമജയ. ശ്രീരാമ രാമ രാമ രാവണന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ആ സുഗ്രീവൻ്റെ സ്തുതി വരെയാണ് നമ്മൾ പാരായണം ചെയ്ത് നിർത്തിയത്. കിഷ്കിന്ധ കാണ്ഡത്തിലെ സുഗ്രീവൻ്റെ സ്തുതി വരെയാണ്. ഇനി ബാലി സുഗ്രീവ യുദ്ധം മുതലാണ് പാരായണം ചെയ്യേണ്ടത്. അപ്പോൾ സ്തുതിച്ചിട്ട് പറഞ്ഞു, എനിക്ക് യാതൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഭഗവാന് എപ്പോഴും അവിടുത്തെ കഥകൾ കേൾക്കാനായിട്ട് വരണം. എൻ്റെ എപ്പോഴും അത് പറയണ്ടല്ലേ, അങ്ങയുടെ നാമത്തിനെ ജപിക്കാൻ എൻ്റെ നാവ് എപ്പോഴും നാണം കൂടാണ്ട് നാമം ജപിക്കാൻ തോന്നണേ. അങ്ങയുടെ ആ പാദങ്ങളിലിതാ അർച്ചനം ചെയ്യാൻ സാധിക്കണേ. ആ രൂപങ്ങൾ കാണാൻ അങ്ങയുടെ ആ രൂപത്തിലെ എല്ലാത്തിലും ഈശ്വര ദർശനം, അതാണ് അതിൻ്റെയൊക്കെ അർത്ഥം. ആ ഈശ്വര ദർശനം സാധിക്കണേ. അതുകൊണ്ട് എപ്പോഴും എൻ്റെ പാദങ്ങളെ നടക്കുന്നതൊക്കെ, അതായത് നമ്മുടെ പാദങ്ങളെ ഭഗവാനെ പ്രദക്ഷിണം ചെയ്യേണ്ടതായിട്ട് തീരണം. ഇത് പറയുമ്പോൾ എപ്പോഴും ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്നത് മാത്രമല്ല, ആ പ്രാർത്ഥനയിൽ നമ്മൾ പാദങ്ങൾ ഓരോ പാദം വയ്ക്കുമ്പോഴും എത്രയോ സ്ഥലത്തേക്ക് നമ്മൾ വേണ്ടിയിട്ടും വേണ്ടാണ്ടൊക്കെ നടക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഓരോ അടി വയ്ക്കുമ്പോഴും ഞാനിതാ എൻ്റെ ആ ഭഗവാനെ, എൻ്റെ ആ ഹൃദയേശ്വരനെ, പ്രാണനാഥനെ ഞാനിതാ പ്രദക്ഷിണം വയ്ക്കണമെന്നുള്ള ഭാവത്തിൽ നടക്കുക. ഓരോ അടിയും ഭഗവാന്റെ പ്രദക്ഷിണമായിട്ട്. അപ്പം നമ്മളുടെ കാല് വേണ്ടാത്തിടത്തേക്ക് പോകാൻ നമുക്ക് തോന്നില്ല, ആവശ്യമുള്ളിടത്തേക്ക് പോകാന്നുള്ളൂ. അനാവശ്യമായിട്ട് ഉള്ള ഇതിലേക്ക് നമ്മുടെ പാദം ചലിക്കില്ല. കണ്ണുകളെ കൊണ്ട് കാണുന്നത് മുഴുവനും ഭഗവാന്റെ രൂപമായിട്ട് കാണണം എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഈശ്വര ദർശനം, എല്ലാവരുടെയും നന്മ കാണാനായിട്ട് ശ്രമിക്കുക. കേൾക്കുന്നതെല്ലാം ഭഗവാന്റെ നാമമാവണം എന്ന് വെച്ചാൽ നല്ലതിനെ കേൾക്കുക, നല്ലത് മാത്രം കേൾക്കാനായിട്ട് ബാക്കിയുള്ളവർക്കൊന്നും കാത് കൊടുക്കാണ്ടിരിക്കുക. കാത് നമ്മളെ പല വഴിക്ക് ഇന്ദ്രിയങ്ങളൊക്കെ വിളിച്ചു കൊണ്ടുപോകും. പക്ഷേ അതെല്ലാം നല്ലത് കേൾക്കാനും നല്ലത് കാണാനും നല്ലത് ചിന്തിക്കാനും ഒക്കെ ആയിട്ട് കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ഈശ്വര പൂജ. അതുകൊണ്ട് പറയണു, എൻ്റെ ശിരസ് ഞാൻ 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 എന്നുള്ള ഭാവത്തിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാനുള്ളതല്ല ശിരസ്. ശിരസ് എപ്പോഴും കുനിഞ്ഞിരിക്കണം എന്നാണ് പറയുക. അപ്പോൾ എപ്പോഴും അവിടുത്തെ അവിടുത്തെ നമസ്കരിക്കാനാവണം വെച്ചാൽ ഓരോരുത്തരെയും നമ്മൾ നമസ്കാര ഭാവത്തിലല്ലേ, നമ്മൾ ഇങ്ങനെ തൊഴുതിട്ട് പറയില്ലേ നമസ്തേ എന്ന് പറയേണ്ടത്. നമസ്തേ എൻ്റെ ഉള്ളിലിരിക്കണ, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആളുടെ ഉള്ളിലും അതേ ഈശ്വരൻ തന്നെയാണ്. ആ ഈശ്വരനായിക്കൊണ്ടാണ് നമ്മൾ നമസ്കരിക്കുന്നത്. അല്ലാണ്ട് ആ ജഡമായ ശരീരത്തെയല്ല, ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ജീവനെ, ആ പരമാത്മാവിനെയാണ് നമ്മൾ നമസ്കരിക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ ഉത്തമാംഗങ്ങൾ നമസ്കരിക്കാൻ വരണമെന്ന് വെച്ചാൽ എല്ലാവരോടും വിനയത്തോടു കൂടിയിട്ട് പെരുമാറുന്ന, അഹങ്കാരം ഇല്ലാണ്ടിരിക്കുക എന്നുള്ളതാണ്.
അപ്പം എല്ലാവരെയും ഒരുപോലെ കണ്ട് എല്ലാവരെയും മനസ്സുകൊണ്ട് നമസ്കരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അഹങ്കാരം ഇല്ലാണ്ടായിരിക്കും. അപ്പം നമ്മുടെ ഉത്തമാംഗം ഈശ്വരനെ നമസ്കരിക്കാനായിട്ട് വരണം എന്ന് ഇങ്ങനെ പറഞ്ഞു. ഇനി വേറെ ഒന്നും എനിക്ക് ആഗ്രഹമില്ല, ഭാര്യയും പുത്രനോ രാജ്യമോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ഈ പറഞ്ഞതിന് അത്രയ്ക്ക് ഉറപ്പുണ്ടോയെന്ന് ഭഗവാൻ നമ്മളോട് നോക്കും. ഭഗവാൻ അങ്ങനെയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു അടിത്തറ ഉറയ്ക്കാണ്ട് അതിൻ്റെ മുകളിൽ കെട്ടിപ്പടുത്താൽ എന്ത് ചെയ്യും? ഒക്കെ കൂടെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. അപ്പോൾ അടിത്തറ ഉറച്ചോ എന്ന് നോക്കും അല്ലേ? പണിയെടുക്കണവർക്കൊക്കെ അടിത്തറ ഉറച്ചിട്ടേ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും കെട്ടുള്ളൂ. അതുപോലെ ഭഗവാൻ നോക്കും. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു ആ ബാലിയെ യുദ്ധത്തിന് വിളിക്കാൻ. അപ്പോൾ അതാ പറഞ്ഞേ. അപ്പോൾ ബാലിയെ കൊന്നിട്ട് രാജാഭിഷേകം ചെയ്ത് ഞാൻ നിനക്ക് തരാം എന്ന് കേട്ടതോട് കൂടിയിട്ട് ഈ പറഞ്ഞതൊക്കെ. അപ്പോൾ ഇത്രയും നമ്മളിവിടെ വന്ന് പ്രാർത്ഥിക്കണം, അതേ പ്രാർത്ഥനയാണ് ഇപ്പം നമ്മൾ കേട്ടത്. നമ്മൾ ഭഗവാന്റെ അടുത്ത് വന്ന് എന്തെല്ലാം തേവരുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ആരെങ്കിലും ഒരാളൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ പിന്നാലെ പോവും. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ അടുത്ത ആ ഉറപ്പ് എന്ന് ഭഗവാൻ നമുക്ക് കാണിച്ചു തരികയാണ്. ഓരോന്നും നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നമ്മളിലേക്ക് തിരിച്ചു വെച്ച കണ്ണാടിയാണ് രാമായണം. സ്വയം നമുക്ക് ആത്മപരിശോധന ചെയ്യാനാണ് ഈ രാമായണം. ഓരോരോ കഥാപാത്രങ്ങളായിട്ട് മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മളോട് നോക്കുമ്പോൾ ഈ എല്ലാ കഥാപാത്രങ്ങളും നമ്മളെ കാണുകയാണ്. എല്ലാ കഥാപാത്രങ്ങളായിട്ടും നമ്മൾ അല്ലേ ഇവിടെ വന്ന് ഓരോ കഥാപാത്രങ്ങളെ കാണിക്കുമ്പോൾ അതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. ആ ഭാവമൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആ ഭാവങ്ങളെയൊക്കെ ഭഗവാൻ കാണിച്ചു തരണം. ഇങ്ങനെയൊക്കെയല്ലേ? അപ്പോൾ എത്ര ഉണ്ട് നമുക്ക് അടിയുറപ്പുണ്ട് എന്നാണ്. അപ്പോൾ അങ്ങനെ ഭഗവാൻ കാണിച്ചു തരികയാണ്. അപ്പം ഇനി ബാലി സുഗ്രീവ യുദ്ധമാണ് ഇനി പാരായണം ചെയ്യണത്. ഹരേ രാമ ഹരേ രാമ ബാലിയെ ചെന്നു വിളിക്ക യുദ്ധത്തിനു കാലം കളയരുതേ ധൂമിനിയടോ. ബാലിയെ കൊന്നു രാജ്യാഭിഷേകം ചെയ്തു പാലനം ചെയ്തു കൊള്ളുവൻ തന്നെ നിർണയം. ആർക്കാത്മജനതു കേട്ടു നടന്നിതു കിഷ്കിന്ധയാം പുരി നോക്കി നിരാകുലം. ആർക്കാകുലോത്ഭവന്മാരായ രാമനും ലക്ഷ്മണാവീരനും മന്ത്രികൾ 4 മിത്രൻ ചെന്നു കിഷ്കിന്ധാപുരദ്വാരി യുദ്ധത്തിനായി വിളിച്ചിടിനാൻ ബാലിയെ. പൃഥ്വീരുഹാവും മറഞ്ഞു നിന്നിടിനാൻ മിത്രഭാവേന രാമാദികളന്നേരം ക്രുദ്ധനാം ബാലി അലറി വന്നിടിനാൻ മിത്രാതനയനും വക്ഷസീ കുത്തിനാൻ വൃത്രാരിപുത്രനും മിത്രാതനയനെ 100 ആശു വലിച്ചു കുത്തിയിടിനാൻ. ബദ്ധരോഷേണ പരസ്പരം തമ്മിലെ യുദ്ധാമതീവ ഭയങ്കരമായതു. രൂപധരന്മാരായി ശക്തി കലർന്നവർക്കൊപ്പം ഒരു നേരം മിത്രാത്മജനേത് വൃത്രാരിപുത്രനേതിത്തം തിരിച്ചറിയാവതല്ലൊരുത്തനും. മിത്രാവിനാശനാശങ്കയാ രാഘവനസ്ത്രപ്രയോഗവും ചെയ്തീലതു നേരം. പുത്രമുഷ്ടിപ്രയോഗം കൊണ്ടു രക്തവും ഛർദ്ദിച്ചു ഭീതനായോടിനാൻ മിത്രാതനയനും. സത്വരാമാർത്തനായി വൃത്രാരിപുത്രനുമാലയം പൊക്കിതു. വിത്രസ്തനായി വന്നു മിത്രാതനയനും. പൃഥ്വീരുവാന്തികെ നിന്നരുളിടിന മിത്രാന്വയോത്ഭൂതനാകിയ രാമനോട് എത്രയോ മാത്യ പരുഷങ്ങൾ ചൊല്ലിനാൻ. നേരത്തെ എങ്ങനെയാണ് ആസ്വദിച്ചത്? ആ ഭഗവാനെ എനിക്ക് അങ്ങ് പരമാത്മാവാണെന്ന് തന്നെ അറിഞ്ഞു അല്ലേ? നമ്മൾ ഇത് നോക്കൂ, നമ്മുടെ തന്നെ ഭാവമാണ് ഈ കാണുന്നത്. നമുക്കപ്പോൾ നമുക്കതൊരു ദോഷം ചെയ്തപ്പോൾ ഭഗവാൻ പറയാം എന്താ കാര്യം നീ അല്ലേ? എത്രയോ പറയും ഈശ്വരനൊന്നും ഇല്ല, ഇവിടെ ഇരിക്കുകയാണ്, ദേവരെ എത്ര ചീത്ത പറയും. ഒരു കാര്യമില്ല, ഇത്ര കാലം ഞാൻ ഇങ്ങനെ ചെയ്തു, എന്നിട്ട് എന്താ ഉണ്ടായ ഒരു ദയുണ്ടോ എന്ന് പറഞ്ഞിട്ട് ചീത്ത. അതേ ഭാവം തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഭാവത്തിനെ വലിച്ചു പുറത്തേക്കിടാണ് ഇവിടെ പറയണു. ശത്രുവിനെ കൊണ്ട് കൊല്ലിക്കയോധവാ ചിത്തത്തിലോർത്തതറിഞ്ഞില്ല ഞാനയ്യോ. വധ്യനെന്നാകിൽ വധിച്ചു കളഞ്ഞാലും അശ്രയണമം തിരുവടി താൻ തന്നെ. സത്യം പ്രമാണമോ തന്നെയല്ലേ വായിക്കുന്നത്? സത്യം പ്രമാണമോ തേനതും പുനാരെത്രയും പാരം പിഴച്ചൂതയാനിതേ സത്യസന്ധൻ ഭവാനെന്നു ഞാൻ ഓർത്തതും വ്യർത്ഥമത്രേ ശരണഗതാവത്സല. മിത്രാത്മജോക്തികാളിത്തരാമാകുലാൽ ശുദ്ധാരകുത്തമനുത്തരം നൽകിനാൻ.
ബദ്ധാശ്രു നേത്രനായ ലിംഗനം ചെയ്തു ചിത്തെ ഭയപ്പെടാതെ ഏതുമാസഖേ അത്യന്ത രോഷവേഗങ്ങൾ കളർന്നൊരു യുദ്ധമധ്യേ ഭവന്മാരെ തിരിയാഞ്ഞു മിത്രാഘാതിത്വമാശങ്ക്യ ഞാൻ അന്നേരം മുക്തവാനായതിൽ അസ്ത്രം ധരിക്ക നീചിത്തഭ്രമം വരായ്വാൻ ഒരു അടയാളം മിത്രാത്മജ നിനക്കുണ്ടാക്കുവാനിനി ശത്രുവായുള്ളൊരു ബാലിയെ സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ വൃത്തവിനാശനാപുത്രനാമഗ്രജൻ മൃത്യുവശാഗതാനെന്നുറച്ചിടു നീ സത്യാമിതഹം രാമനെന്നാകിലോ മിഥ്യയെ ഒന്നുകൂടാ രാമഭാഷിതം മിഥം രാമാശ്വാസ മിത്രാത്മജൻ രാമഭദ്രൻ സുമിത്രാത്മജനോട് ചൊല്ലിനാൻ മിത്രാത്മജാകളെ പുഷ്പമാല്യത്തെ നീ ബദ്ധ്വാവിരാവോടയക്ക യുദ്ധത്തിനായി ശത്രുഘ്നപൂർവജൻ മാല്യവും ബന്ധിച്ചു മിത്രാത്മജനെ മോദാലയ ചീടിനാൻ വൃത്രാരിപുത്രനെ യുദ്ധത്തിനായി കൊണ്ട് മിത്രാത്മജം വിളിച്ചിടിനാൻ പിന്നെയും കുകൃധനായി നിന്നു കിഷ്കിന്താപരദ്വാരി മഹാ സിംഹനാഥം രവീസുതൻ ബദ്ധരോക്ഷം വിളിക്കുന്ന നാദം തഥാ ശുദ്ധാതിവിസ്മിതനായൊരു ബാലിയും ബദ്ധ്വാപരീകരം യുദ്ധായ സത്വരം ബദ്ധവൈര്യം പുറപ്പെട്ട ഒരു നേരത്തോ ഭർത്തൂരു അഗ്രേ ചെന്നു ബദ്ധാശ്രു നേത്രയായി മധ്യേ തടുത്തു ചൊല്ലിടിനാൻ താരയും ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തൊരു ശങ്കയുണ്ടുള്ളിൽ എനിക്കതു കേൾക്ക നീ വിഗ്രഹത്തിങ്കൽ പരാജിതനായി പോയ സുഗ്രീവനാശു വന്നിടുവാൻ കാരണം എത്രയും പരാക്രമമുള്ളൊരു മിത്രാമവനുണ്ട് പിന്തുണ നിർണയം ബാലിയും താരയോടാശു ചൊല്ലിടിനാൻ ബാലേ ബലാലൊരു ശങ്കയുണ്ടാകൊല കയ്യയച്ചിടു നീ വൈകരുതെതുമേ നീയൊരു കാര്യം ധരിക്കണമോ മലേ ബന്ധുവായുള്ളതോർക്ക സുഗ്രീവനു ബന്ധമില്ലെന്നോടു വൈരത്തിനാർക്കുമേ ബന്ധുവായുണ്ടവനകനെന്നാകിലോ ഹന്തവ്യനെന്ന് എന്നാൽ അവനു മറിയുക നീ ശത്രുവായുള്ളവൻ വന്നു ഗൃഹാന്തികെ യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ ശൂരനായുള്ള പുരുഷാനിരിക്കുമോ ഭീരുവായുള്ളിലടച്ച് അതു ചൊല്ലു നീ വരിയെ കൊന്നു വിരവിൽ വരുവഞ്ഞൻ സ്ഥിരതാക്കൊണ്ടിരിക്ക നീ വല്ലഭേ താരയും ചെന്നാളതു കേട്ടവനോട് വീരാശിഖാമനെ കേട്ടാലുമെങ്കിൽ നീ കാനനത്തിങ്കൽ നായാട്ടിനു പോയിതു താനേ മമാസുതാനങ്കതാനന്നേരം കേട്ടൊരു ഉദന്തമെന്നോട് ചൊന്നാനതു കേട്ടിട്ടു ശേഷം യഥാചിതം പോക നീ ശ്രീമൻ ദശരഥാനാം അയോധ്യാധിപൻ രാമനെന്നുണ്ടവൻ തന്നെ നന്ദനൻ ലക്ഷ്മണനാകൂ അനുജനോടും നിജാലക്ഷ്മീതമായ സീതയോടും അവൻ വന്നിരുന്നിടിനന്ദണ്ഡകാനനെ വന്യാചനായി തപസ്സു ചെയ്തിടുവാൻ ദുഷ്ടനായുള്ള ഒരു രാവണ രാക്ഷസൻ കട്ടുകൊണ്ടാൻ അവൻ തന്നെ പത്നിയെ ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ചു തക്ഷണം ഋഷ്യമൂകാജലെ വന്നിതു മിത്രാത്മജനെയും തത്ര കണ്ടിടിനാൻ മിത്രമായി വഴന്നു അന്യോന്യമൊന്നിച്ചു സഖ്യവും ചെയ്ത് കൊണ്ട് അഗ്നിസാക്ഷിയായി ദുഃഖശാന്തിക്കങ്ങിരുവരുമായുടൻ വൃത്രാരിപുത്രനെ കൊന്നു കിഷ്കിന്ധയിൽ മിത്രാത്മജ നിന്നെ വാഴിപ്പൻ എന്നൊരു സത്യവും ചെയ്തു കൊടുത്തു രാഘവൻ സത്വരാമർക്കാതനയനും അന്നേരം അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി തന്നെയും കാട്ടിത്തരുവനെന്നും തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തിതു വന്നിതിപ്പോൾ അതുകൊണ്ടു തന്നെ അവൻ വൈരമെല്ലാം കളഞ്ഞാശു സുഗ്രീവനെ സ്വൈര്യമായി വഴിച്ചു കൊൽകായിളമയായ രാമൻ നീ ശരണമായി വേഗേന പാഹീമാം അംഗതം രാജ്യം കുലം ചതേ ഇത്തരം ചൊല്ലി കരഞ്ഞു കാലും പിടിച്ചങ്ങനെ താര നമസ്കരിക്കും വിധം വ്യാകുലായി പുണർന്നു അനുരാഗാവശേന പറഞ്ഞതു ബാലിയും സ്ത്രീ സ്വഭാവം കൊണ്ട് പേടിയായതുമേ നാസീഭയം മമ വല്ലഭേ കേൾക്ക നീ ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചേരുമെന്നോടവരെന്നു നിർണയം
രാമനെ സ്നേഹമെന്നോളമാർക്കില്ലുമേ രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ താൻ അവതരിച്ചു ഭൂവി ഈ ഭാരഹരണാർത്ഥമെന്നു കേൾപ്പുണ്ടു ഞാൻ. പക്ഷഭേദം ഭവാനില്ല നിർണയം നിർഗുണാനകൻ ആത്മാരാമൻ ഈശ്വരൻ തൽച്ചരണാംബുജെ വീണു നമസ്കരിച്ചിച്ഛയാ ഞാൻ കൂട്ടിക്കൊണ്ടിങ്ങു പോരുവാൻ മദ്ഗൃഹത്തിങ്കലുപകാരവുമേറും സുഗ്രീവനേക്കാളും എന്നെ കൊണ്ടോർക്ക നീ തന്നെ ഭജിക്കുന്നവരെ ഭജിച്ചിടുവന്യഭാവം പരമാത്മാവിനില്ലല്ലോ. ഭക്തിയമ്യൻ പരമേശ്വരൻ വല്ലഭേ ഭക്തിയോ പാർക്കിയിലെന്നോളമില്ലാർക്കുമേ ദുഃഖവും നീക്കി വസിക്കാതെ നീ വേശ്മനി പുഷ്കരാലോചനെ പൂർണ്ണ ഗുണാംബുദേ തമാശ്വാസ്യ വിത്രാദിപുത്രനും ക്രുദ്ധനായി സത്വരം ബദ്ധവരീകരം നിർഗമിച്ചിടിനാൻ യുദ്ധായ സത്വരം നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ ധാരയും അശ്രുഗണങ്ങളും വാർത്താരൂഢഖേതാമകത്തുകീടിനാൻ വല്ലും കടിച്ചലറിക്കൊണ്ട് ബാലിയും നില്ലെന്നണഞ്ഞൊരു നേരം തഥാ മുഷ്ടികൾ കൊണ്ട് താടിച്ചു ബാലിയെ രുഷ്ടനം ബാലി സുഗ്രീവനെയും തഥാ മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചിരിക്കവേ കെട്ടിയും കാൽകെ പരസ്പരം താടനം തട്ടിയും മുട്ടുകൊണ്ടും തങ്ങളിൽ കൊട്ടിയുമേറ്റം പിടിച്ചും കടിച്ചും അങ്ങ് ഉച്ചത്തിൽ വീണും വിരണ്ടും ഉരുണ്ടും ഉൾക്കു ചീറ്റം കലർന്നു നഖം കൊണ്ടു മാന്തിയും ചാടിപ്പതിക്കയും കൂടെ കുതിക്കയും ആടിത്തടുക്കയും കൂടെ കടുക്കയും ഓടിക്കഴിയുകയും വടി വിയർക്കയും മാടി വിളിക്കയും കോപിച്ചടക്കയും മുടി വിയർക്കയും നാടികൾ ചേർക്കയും മുഷ്ടിയുദ്ധ പ്രയോഗം കണ്ടു നിൽക്കുവാൻ ദൃഷ്ടി കുളിർക്കയും വാഴ്ത്തി സ്തുതിക്കയും കാലനും കാലകാലനും താനുള്ള പോർ ബാലി സുഗ്രീവ യുദ്ധത്തിനൗവാദശം ദൃഢം രണ്ടു സമുദ്രങ്ങൾ തമ്മിൽ പൊരും പോലെ രണ്ട് ശൈലങ്ങൾ തമ്മിൽ പൊരും പോലെയും കണ്ടവരത്തു കൊണ്ടാടി പുകഴ്ത്തിയും കണ്ടീല വാട്ടാമൊരു തനുമേതുമേ അച്ഛൻ കൊടുത്തോരു മാല ബാലിക്കും അങ്ങച്ചുതൻ നൽകിയ മാല സുഗ്രീവനും ഭേദമില്ലൊന്നുകൊണ്ടും തമ്മിലെങ്കിലും ഭേദിച്ചിതാർക്കതനയനോ വിഗ്രഹം സാധവുമേറ്റം കലർന്നു സുഗ്രീവനും ഖേദമോടെ രഘുനാഥനെ നോക്കിയും അഗ്രജാമുഷ്ടി പ്രകേരങ്ങളേൽക്കയാൽ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നതു കണ്ടു കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ഠൻ ദശരഥ നന്ദനൻ ബാലിതൻ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടു വൃക്ഷകണ്ഠം മറഞ്ഞാശു മഹേന്ദ്രമാമസ്ത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുതാമമാറയച്ചിരുളിടി ചെന്നതു ബാലിതന്മാരിൽ തറച്ചള ഒന്നലാറി വീണിടിനാൻ ബാലിയും ഭൂമിയുമൊന്നു വിറച്ചിത നേരത്തു രാമനെ കൂപ്പി സ്തുതിച്ചു മരുസുതൻ മോഹം കലർന്നു മുഹൂർത്തം മാത്രം പിന്നെ മോഹവും തീർന്നു നോക്കിയിടിനാൻ ബാലിയും കാണായിതഗ്രേ രഘുത്തമനെ തഥാ ബാണവും ദക്ഷിണാഹസ്തേ ധരിച്ച അന്യപാണിയിൽ ജാപവും ജീരാവസനവും തുണീരവും മുതുസ്മേരാവസനവും ചാരൂജടാമകുടം പൂണ്ടിടം പെട്ട മാറിടത്തിങ്കൽ വനമാലയും പൂണ്ടു ചർവായുധങ്ങളായുള്ള ഭുജങ്ങളും ദുർവാതളച്ചവി പൂണ്ട ശരീരവും പക്ഷഭാഗ്യേ പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെയും മഞ്ജസ കണ്ടു ഗർഹിച്ചു പറഞ്ഞിതു ബാലിയും ഉണ്ടായ ഖേദകോപാകുല ചേതസ എന്തു ഞാനൊന്നു നിന്നോടു പിഴച്ചിതു എന്തിനെന്നെ കൊല ചെയ്തു വരുതെ നീ വ്യാജേന ചോരധർമ്മത്തെയും കൈക്കൊണ്ടു രാജ്യധർമ്മത്തെ വെടിഞ്ഞിതെന്തിങ്ങനെ എന്തൊരു കീർത്തി ലഭിച്ചാതിതു കൊണ്ടു ചിന്തിക്ക രാജകുലോത്ഭവനല്ലോ നീ വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ പൊരുതു ജയിക്കണമേവനും എന്തോന്നു സുഗ്രീവനാൽ കൃതമായതും എന്തോന്നു മറ്റെന്നാൽ കൃതമല്ലഞ്ഞതും രക്ഷോവരൻ തവ പത്നിയെ കട്ടതീനർക്കാത്മജനെ ശരണമായി പ്രാപിച്ചു നിഗ്രഹിച്ചു ഭവാൻ എന്നെയെന്നാകിലോ വിക്രമം മാമകം കേട്ടറിയുന്നീലേ ആരറിയാത്തതു മൂന്നു ലോകത്തിലും വീരനാമെന്നുടെ ബഹുപരാക്രമം ലങ്കാപുരത്തെ ത്രികൂടമൂലത്തോടും ശങ്കാവിഹീനം ദശാസ്യനോടും കൂടെ ബന്ധിച്ചു ഞാനരാ നാഴിക കൊണ്ടു നിന്നന്തികെ വച്ചു തൊഴുതേനുമാതരാൽ ധർമ്മിഷ്ഠനെന്നു ഭവാന് ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയുന്നു രഘുപതേ ധർമ്മമെന്തോന്നു ലഭിച്ചാതിതുകൊണ്ട് നിർമൂലമിങ്ങനെ കാട്ടാളനെ പോലെ വാനരത്തെ ചതി ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്തു പറക നീ
വാനരാമം സാമഭക്ഷ്യമത്രേ വദ മാനസേ തോന്നിയാതെന്തിതു ഭൂപതേ. ഇത്തം ബഹുഭാഷണം ചെയ്ത ബാലിയോടുത്തരമായൊരുൾ ചെയ്തു രഘുത്തമൻ. ധർമ്മത്തെ രക്ഷിപ്പതിനായുധവുമായി നിർമത്സരം നടക്കുന്നിതു നീള ഞാൻ. അധർമ്മിഷ്ടനം നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചു ഞാൻ. മോഹബദ്ധനായി നിന്നെ നീയേതും അറിയാഞ്ഞതുമെടോ. പുത്ര ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേതുമേ ഭേദമല്ലെന്നല്ലോ വേദവാക്യമതു ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വച്ചേറ്റം മഹാപാപി. താപാമവർക്കതിനാലേ വരുമല്ലോ. മര്യാദ നീക്കി നടക്കുന്നവർകളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചത് ധർമ്മസ്ഥിതി വരുത്തും. ധരണീതലേ നിർമ്മലാത്മാ നീ നിരൂപിക്ക മാനസേ. യോഗാവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ടു ലോകപാലന്മാർ നടക്കുന്നിതെല്ലാടവും. ഏറെ പറഞ്ഞു പോകായി അവരോടിതും പാപത്തിനായി വരും പാപികൾക്കേറ്റവും. ഇഥാമരുൾ ചെയ്തതൊക്കവേ കേട്ടാശു ചിത്താവിശുദ്ധി ഭവിച്ചു അഭീന്ദ്രനും. രാമനെ നാരായണനെന്നറിഞ്ഞുടൻ താമസാഭാവാമകന്നു സസംഭ്രമം. ഭക്ത്യാ നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാളിത്തം മമാപരാധം ക്ഷമിക്കണമേ. ശ്രീരാമ രാമ മഹാഭാഗരാഘവ നാരായണൻ നിന്തിരുവടി നിർണയം. ഞാനറിയാതെ പറഞ്ഞതെല്ലാം തവ മാനസേ കാരുണ്യമോടു ക്ഷമിക്കണം. നിന്തിരുവേനയും കണ്ടുകൊണ്ടാച്ചു നിന്നന്തികേ താവകമായ ശരാമേറ്റു. ദേഹാമുഷിപേക്ഷിപ്പതിന്നു യോഗം വന്നതാഹന്ത ഭാഗ്യമെന്തോന്നു ചൊല്ലാവതും. സാക്ഷാൽ മഹായോഗിനാമപി ദുർലഭം മോക്ഷപ്രദം തവ ദർശനം ശ്രീപദേ. നിന്തിരുനാമം മരിക്കാൻ തുടങ്ങുമ്പോൾ സന്താപമുൾക്കൊണ്ടു ചെല്ലും പുരുഷനു മോക്ഷം ലഭിക്കുന്നതാകയാൽ ഇന്നുമേ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ടുകണ്ടൻപോടു നിന്നുടെ സായകം കൊണ്ടു മരിക്കാൻ അവകാശമിക്കാലം ഉണ്ടായതെന്നുടെ ഭാഗ്യാതിരേകമിതുണ്ടോ പലർക്കും ലഭിക്കുന്നതീശ്വര. നാരായണൻ നിന്തിരുവടി ജാനകി താരിൽ മാതാവായ ലക്ഷ്മി ഭഗവതി. പങ്ക്തി കണ്ടൻ തന്നെ നിഗ്രഹിപ്പാനാശു പങ്ക്തിരഥാത്മജനായി ജനിച്ചു ഭവാൻ. പത്മജൻ മുന്നമർത്ഥിക്കയാലെന്നതും പത്മാവിലോചന ഞാൻ അറിഞ്ഞിടുന്നേൻ. നിന്നുടെ ലോകം ഗമിപ്പാൻ തുടങ്ങിയിടും. എന്നെ അനുഗ്രഹിക്കണം ഭഗവാനെ. എന്നോട് തുല്യാബലനാകുമംഗതൻ തന്നിൽ തിരുവുള്ളമുണ്ടായിരിക്കണം. അർക്കാതനയജ്ഞും അംഗതാപാലനും ഒക്കുമെനിക്കെന്നു കൈക്കൊള്ളുക വേണമേ. അമ്പും പറിച്ചു തൃക്കൈ കൊണ്ടടിയനെ അൻപോടുമെല്ലെ തലോടുകയും വേണം എന്നതു കേട്ടു രഘുത്തമൻ ബാണവും ചെന്നു പറിച്ചു തലോടിനാൻ മെല്ലവേ. മാനവാവീരൻ മുഖാംബുജവും പാർത്തു വാനരാദേഹമുപേക്ഷിച്ചു ബാലിയും. യോഗീന്ദ്ര വൃന്ദരൂപരായുള്ളൊരു ലോകം ഭഗവത്പദം ഗമിച്ചിടിനാൻ. ജാനകീ ജീവനസ്മരണം. ഹര നമ പാർവതീപതയേ. ഹരേ രാമ ഹരേ രാമ ഹരേ ഹരേ. ജാനകീ ജീവനസ്മരണം. ബാലിയുടെ മനോഹരമായ സ്തുതി കേട്ടു. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഭഗവാൻ പറഞ്ഞു,
അതൊക്കെ കേട്ടപ്പോഴും ഭഗവാൻ ഒന്നുമില്ല, ഒന്ന് പുഞ്ചിരിച്ചു. നീ പറഞ്ഞതൊക്കെ സത്യമാണ് കേട്ടോ, എന്നാലും നീ താമസിപ്പിക്കേണ്ട, നീ പോയിട്ട് ബാലിയെ യുദ്ധത്തിന് വിളിച്ചോളൂ, ഞാൻ നിന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ സമയത്ത് ആ പറഞ്ഞതൊക്കെ, അതുവരെ പറഞ്ഞത് എനിക്ക് രാജ്യം വേണ്ട, പുത്രൻ വേണ്ട, ഭാര്യ വേണ്ട എന്നൊക്കെ പറയണു, അതൊക്കെ അപ്പോൾ അതുവരെ അനുഭവിച്ച ഒരു വിഷമവും ചില കാര്യങ്ങൾക്ക് നമുക്ക് അങ്ങനെ ഒരു വിരക്തി വരുന്നതാണ്. അതൊരു നിമിഷ നേരത്തേക്കേ ഉള്ളൂ. വേണ്ട എന്ന് പറയുന്നത് അത് ചിലപ്പോൾ കിട്ടാനായിട്ട്, അല്ലേ, ഇതിലൊക്കെ കഥ പറയണ പോലെ കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കുന്നു പറയണ പോലെ കിട്ടുമാവോ എന്നുള്ളതുകൊണ്ടും ചിലപ്പോൾ വേണ്ട എന്ന് പറയാം. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ബാലി അവിടെ യുദ്ധത്തിന് വിളിച്ചു. രണ്ടുപേരും കൂടിയിട്ട് യുദ്ധം ചെയ്യണ സമയത്ത് ഒരുപോലെയുള്ള ആ ശരീരം കണ്ടിട്ട് അതും ഭഗവാന്റെ, അതും ഓരോ രംഗങ്ങളും എന്താ വെച്ചാൽ ഭഗവാൻ ഇപ്പോൾ ബാലി ഏതാ സുഗ്രീവൻ ഏതാന്ന് അറിയാൻ വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷേ ഭഗവാൻ ആ മനുഷ്യവേഷം ധരിച്ചിട്ടാണല്ലേ, അപ്പം മനുഷ്യനെ പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ നാട്യവും അങ്ങനെയാണ്, തിരിച്ചറിയാത്ത പോലെ വന്നു. അപ്പോഴും നമ്മളുടെ ഉള്ളിൻ്റെ ഭാവങ്ങൾ കാണിച്ചു തരികയാണ്. അപ്പോൾ വേഗം പറയുകയാണ്, ശത്രുവിനെ കൊണ്ട് കൊല്ലിക്കാനാണ് തീരുമാനിച്ചത്, ഇത് ഞാൻ അറിഞ്ഞില്ല, എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നെ തന്നെ ആ അസ്ത്രം പ്രയോഗിച്ച് കൊന്നാൽ മതിയായിരുന്നില്ല, ഇതിനാ അങ്ങോട്ട് പറഞ്ഞയച്ചത്, സത്യം ചെയ്തുല്ലോ, അപ്പം അങ്ങൊക്കെ സത്യം ചെയ്ത സത്യമാവെന്നൊക്കെ ഞാൻ വിചാരിച്ചു പോയേ, അത് വെറും തെറ്റിദ്ധാരണയാണ്, നിങ്ങൾ സത്യസന്ധനൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ അവിടെ കോപത്തോടു കൂടി സംസാരിക്കണു. അപ്പോഴും ഭഗവാൻ ആശ്വാസത്തോടു കൂടിയിട്ട് പറയണു, എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല, അതുകൊണ്ട് ഒരടയാളം ഉണ്ടാക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞു. വീണ്ടും ശരിക്കും ഇങ്ങനെ ഒരു രംഗത്തിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ഒരു രംഗം വെച്ചാൽ നമ്മളെ നമുക്ക് കാണിച്ചു തരികയാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ടായാലും നമുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും അതിലൊരു വീഴ്ച വന്നു എന്ന് തോന്നിയാൽ ചിലപ്പോൾ അതാവില്ല, കാലവും സമയമൊക്കെ അനുകൂലമാവണ്ടേ, അതുകൊണ്ടാവും. അപ്പോഴും നമ്മൾ ഓരോ കാര്യത്തിനും ഈശ്വരനെ ആശ്രയിക്കണം. നമ്മൾ വിചാരിച്ച പോലെ വന്നില്ലെങ്കിൽ നമ്മളുടെ മനസ്സൊക്കെ ഇതുപോലെ തന്നെയാണ്. നമുക്ക് ക്ഷമയില്ല, കാലവും പിന്നെ വന്നു ചേരണതെല്ലാം ഈശ്വരേച്ഛയാണ്. ഭഗവാൻ കൈവിടില്ല, എന്തു തന്നെ ആപത്ത് വന്നാലും ഈശ്വരൻ കൈവിടില്ല എന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് സുഗ്രീവൻ ഈശ്വരനെ ആശ്രയിക്കാമായിരുന്നു. ഭഗവാനെ, എനിക്ക് കരുത്തില്ല, അങ്ങയുടെ ഇതില്ലാണ്ട് പറ്റില്ല, അതുകൊണ്ട് അങ്ങനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് കാൽക്കൽ വീഴാമായിരുന്നു ആദ്യം പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ അവസ്ഥയിൽ. പക്ഷെ അങ്ങനെയല്ല ചെയ്തത് എന്നുള്ളത് അതിലൂടെ നമ്മളെ കാണിച്ചു തരിക. നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോരോ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ വല്ലാണ്ട് അനുഭവിക്കേണ്ടി വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പെരുമാറുക എന്ന് പറയുന്നത്. അങ്ങനെ സമാധാനിപ്പിച്ചിട്ട് വീണ്ടും പറഞ്ഞേക്കണം. അങ്ങനെ വീണ്ടും ആ ബാലിയെ യുദ്ധത്തിന് വിളിക്കുന്ന സമയത്ത്, ബാലി യുദ്ധത്തിന് ഒരുങ്ങി പുറപ്പെടുന്ന സമയത്ത് പറയണു സുഗ്രീവൻ, അപ്പോൾ അവിടെ താര തടയണുണ്ട്. അപ്പോൾ താര തടഞ്ഞിട്ട് അപ്പോൾ എന്താ പറയണത്, അപ്പോൾ ബാലിയുടെ വാക്കുകളുണ്ട്, എന്നെ വലുതായിട്ട് ഈ ലോകത്ത് ആരുമില്ല, എന്നോട് വിരോധം ആർക്കും കാരണമില്ല, എന്നെ അങ്ങനെ ഒരു വിരോധം ഉണ്ടെങ്കിൽ ഞാൻ അവനെ വധിക്കില്ല. ആ അഹങ്കാരം തന്നെയാണ് ബാലിക്ക് വിനയായത്. അഹം എത്രയാണ്, എപ്പോഴും ഞാൻ ആ ഒരു ശരീരത്തിൽ നിന്നിങ്ങനെ വല്ലാണ്ട് അഹങ്കരിച്ചിട്ട് ആ ജീവൻ ആ അഹങ്കാരം കൊണ്ട് കർമ്മപ്രാരാബ്ധത്തിൽ പെടും എന്ന് തോന്നുമ്പോൾ ഭഗവാന് തോന്നും, വേണ്ട, വല്ലാണ്ട് അഹങ്കരിപ്പിക്കേണ്ട, ഈ ശരീരത്തിൽ നിന്ന് അവനെ അങ്ങോട്ട് മോചിപ്പിക്കണം എന്ന് ഭഗവാന് തോന്നും. ചിലപ്പോൾ അഹങ്കാരത്തിൻ്റെ മൂർത്തിഭാവമായിട്ടാണ് ഇവിടെ ബാലി നിൽക്കണേ. അതുതന്നെയാണ് ബാലിയുടെ ഏറ്റവും വലിയ തെറ്റ്. അപ്പോൾ ദശരഥൻ്റെ ശ്രീരാമലക്ഷ്മണന്മാരാണ് വന്നത്, അദ്ദേഹത്തിനെ പോയി ശരണം പ്രാപിക്കൂ എന്ന് പറഞ്ഞപ്പോഴും പറയണു, അങ്ങനെ രാമലക്ഷ്മണന്മാർ വന്ന എന്തിനാ സുഗ്രീവ എൻ്റെ അടുത്തേക്ക് അവർ, എന്നോളം വലുതായിട്ട് ആരാളെ എന്നെല്ലാം ചോദിച്ചിട്ട് അപ്പോഴും ആ അഹങ്കാരത്തിൽ തന്നെയായിരുന്നു ബാലിയുടെ ആ സംസാരം മുഴുവനുണ്ടായത്. അത് അഹങ്കാരം കൊണ്ട് കണ്ണ് കാണാണ്ടാവുക എന്നുള്ളൊരവസ്ഥയിൽ അങ്ങനെ വന്നു. അങ്ങനെ ആ യുദ്ധത്തിൽ അവസാനം ആ സുഗ്രീവന് ക്ഷീണമുണ്ട് എന്ന് തോന്നിയപ്പോൾ രാമൻ അമ്പ ചെയ്തിട്ട് ബാലിയെ നിഗ്രഹിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ശരിക്കും ആ ബാലിക്ക് ഒരു വരം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ ബാലിയുടെ നേരെ നിന്ന് യുദ്ധം ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ
മഹാത്മാക്കളെ അനുസ്മരിച്ച് കേട്ടിട്ടുണ്ട്. ബാലിക്കൊരു വരം വാങ്ങിയിട്ടുണ്ട് അത്രേ. ആരാണോ എന്നോട് എതിരിട്ട് യുദ്ധം ചെയ്യണ അവരുടെ ഇരട്ടി ആ ശക്തി കൂടി എനിക്ക് വന്ന് ചേരണം എന്ന്. അതായത് ഇപ്പോൾ ഒരു ശക്തിമാൻ്റെ അതിൻ്റെ ഇരട്ടി ശക്തി കൂടി ആ ബാലിയുടെ ശക്തിക്ക് കൂടാണ്ട് യുദ്ധം ചെയ്യണ ആളുടെ ഇരട്ടി ശക്തി കൂടി ബാലിക്ക് വരിക. അതുകൊണ്ട് തന്നെയാണ് ബാലിയെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അഹങ്കാരം ഉണ്ടായതെന്ന് മഹാത്മാക്കൾ അത് ഇതിൽ പറയണ കേട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതാണ് അങ്ങനെ മറഞ്ഞു നിന്ന് കിട്ടിയ വരത്തിനെ മാനിക്കണമല്ലോ. അതുകൊണ്ടാണ് മറഞ്ഞു നിന്നിട്ട് അമ്പ ചെയ്തത് എന്നൊക്കെ മഹാത്മാക്കളെ അനുസ്മരിച്ച് കേട്ടിട്ടുണ്ട്. അത് ഇതിലില്ല. ഇനിയിപ്പോൾ മൂലം അധ്യാത്മരാമായണം മൂലം സംസ്കൃതത്തിലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ആ ബാലിയെ അമ്പ ചെയ്തിട്ട് വീട്ടിൽ ആദ്യം തന്നെ മോഹാത്സ്യപ്പെട്ടു വീണ് പോയിട്ട് അമ്പ് തറച്ച ഉടനെ മോഹാത്സ്യപ്പെട്ടു. പിന്നെ കണ്ണ് പതുക്കെ തുറന്നപ്പോൾ വലത് കയ്യിൽ ബാണം ഇടത് കയ്യിൽ വില്ലും ധരിച്ചിട്ട് മരപൂരിയൊക്കെ അണിഞ്ഞിട്ട് അതിമനോഹരമായ ജടാമുകുടത്തോടു കൂടിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് വനമാലയും നീണ്ട ആ മനോഹരമായിട്ടുള്ള കൈകളൊക്കെയുള്ള ഭഗവാൻ ആ ലക്ഷ്മണ സുഗ്രീവന്മാരാൽ അപ്പുറത്തും ഇപ്പുറത്തും സേവിക്കപ്പെട്ടുകൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ബാലിക്ക് ദുഃഖവും കോപവും കൂടുക ചെയ്തത്. ആ ഒരു ഭഗവാനെ നേരിട്ട് കണ്ടിട്ട് പോലും നമുക്കതാണ് ഭഗവാന്റെ ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് പറയണത്. ഈശ്വരനെ അറിയാണ് വേണ്ടത്. അറിഞ്ഞ് സേവിച്ചാലാണ്. അറിഞ്ഞ് സേവിച്ചില്ലെങ്കിൽ അപരാധമൂർത്തി എന്ന് പറയും. അതെന്താ വെച്ചാൽ ഭഗവാൻ അപരാധമൂർത്തിയായിട്ടല്ല, നമുക്ക് തോന്നുകയാണ് അഖിലാണ്ടമൂർത്തിയെ അറിഞ്ഞ് സേവിക്കണം എന്ന് മഹാത്മാക്കൾ അനുസ്മരിക്കും. അപ്പോൾ ചോദിക്കും, ഞാൻ എന്ത് തെറ്റാ ചെയ്തേ, എന്തിനാ എന്നെ കൊന്നത്, ഇതുപോലെ എന്നെ കൊന്നിട്ട് നിനക്ക് എന്താ കീർത്തി ലഭിച്ചത്, രാജവംശത്തിൽ ജനിച്ചവനല്ലേ, മറിഞ്ഞു നിന്ന് വധിക്കരുത് എന്നൊക്കെ ഇല്ലേ. അപ്പോൾ രാക്ഷസനായിട്ടുള്ള രാവണൻ നിൻ്റെ ഭാര്യയെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടല്ലേ ഇത് ചെയ്തത്, സുഗ്രീവൻ രക്ഷിക്കുന്നു പറഞ്ഞിട്ട്. ആ ത്രികൂട പർവ്വതത്തെയും ലങ്കാപുരിയെയും രാവണനെയും കൂടി ഞാൻ അരനാഴിക കൊണ്ട് ബന്ധിച്ചിട്ട് നിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള ശക്തി എനിക്കുണ്ട്. അങ്ങനെയുള്ള അപ്പോൾ ഒന്നാലോചിച്ചാൽ മതി, അത്രയും ശക്തിയുള്ള ആ ബാലിയെ ഒരു അമ്പ ചെയ്തിട്ട് താഴെ വീഴ്ത്തിയ ഈ ഭഗവാൻ ഭഗവാന്റെ അപ്പോൾ ആ ഭഗവാനേക്കാളും ഭഗവാനെ നമുക്കും അങ്ങനെ തന്നെയാണ്. ആ ഭഗവാനെ രക്ഷിക്കാനുള്ള കരുത്ത് എനിക്ക് ഞാനില്ലെങ്കിൽ അപ്പം മുല്ലോർലിത്തവരുടെ കാര്യം കാണാറുന്നായി വെള്ളം കുടിച്ച് കിടക്കില്ലേ. ഞാനിവിടെ ഉള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കണേന്ന് നമുക്ക് ഓരോരുത്തർക്കും. ഞാനിവിടെ വന്നിരുന്ന് ഈ രാമായണം ഇങ്ങനെ വായിക്കുന്നതുകൊണ്ട് ഇത്രയും ആൾക്കാർക്ക് രാമായണമൊക്കെ കിട്ടിയത് ഞാൻ ഇല്ലെങ്കിലും കിട്ടും. അതിന് വേറൊരാളെ അവിടെ വയ്ക്കും, അത്ര തന്നെ. അതുകൊണ്ട് ഇവരൊക്കെ വായിക്കുന്നു, ഞാൻ കാരണം ഇവരൊക്കെ നേരെയായി. അതൊക്കെയാണ് നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം ഇങ്ങനെയൊക്കെ പുറത്തേക്ക് വരിക. അപ്പോൾ ഭഗവാൻ അങ്ങനെയല്ല, ഈശ്വരൻ്റെ കാരുണ്യം മാത്രമാണ്. ഇവിടെ വന്ന് പറയണ ആളും ഈ കേൾക്കണ ആളും എല്ലാവരും ഒരേപോലെയുള്ള ജീവാത്മാക്കളാണ്. ആ ഭഗവാനിലേക്ക് എത്താനായിട്ട് കൊതിച്ചു കൊണ്ടിരിക്കുന്ന ജീവാത്മാക്കൾ. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമ്മളെല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് ഒരു വ്യത്യാസവും ഇല്ല, നമുക്കൊരു വ്യത്യാസവും ഇല്ല. ചേർത്ത് വച്ചിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഒരേപോലെ തന്നെയാണ് ഭഗവാന്റെ മുമ്പിൽ, എവിടെയും വ്യത്യാസമില്ല. അപ്പം നമുക്കങ്ങനെ അഹങ്കാരം കൊണ്ട് തോന്നുകയാണ്. അപ്പോൾ അങ്ങനെ അത് തന്നെയാണ് ഇവിടെയും പറയണത്. അപ്പോൾ പറയണു, വാനരന്മാരെയൊക്കെ വധിച്ചിട്ട് എന്താ കാര്യം, മാംസം പോലും ഭക്ഷിക്കാൻ ഭക്ഷണയോഗ്യമല്ല, പിന്നെ എന്തിനാ ചെയ്തതെന്നൊക്കെ ചോദിക്കണം. അപ്പോൾ ഭഗവാൻ പറയണു, പുഞ്ചിരിച്ചുകൊണ്ട് പറയണു, ധർമ്മത്തെ രക്ഷിക്കാനായിട്ടാണ് ഞാൻ ആയുധം കൊണ്ട് നടക്കണത്. അധർമ്മിഷ്ഠനായിട്ടുള്ള നിൻ്റെ പാപത്തെ കളഞ്ഞിട്ട് നീ ധാരാളം, നിന്നിൽ നന്മയില്ലാണ്ടില്ല, പക്ഷേ നിൻ്റെ നന്മയെ മുഴുവനും നിൻ്റെ ഈ അധർമ്മം പാപചിന്തകൾ നിൻ്റെ അഹങ്കാരം നശിപ്പിച്ച് കളയും. അപ്പോൾ നീ എന്ത് ചെയ്യും, നിനക്ക് മോക്ഷത്തിൽ നിന്ന് പോയിട്ട് നീ നരകത്തിൽ ചെന്നിട്ട് വീഴേണ്ടി വരുമല്ലേ, കഷ്ടപ്പെടേണ്ടി വരില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിന്നെ ആ അധർമ്മത്തിൽ നിന്ന് രക്ഷിച്ച് ധർമ്മത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതാ ചെയ്തത്. അപ്പോൾ പിന്നെ അതുപോലെ സ്വന്തം പുത്രി, സഹോദരൻ്റെ ഭാര്യ, പുത്രൻ്റെ ഭാര്യ എന്നിവരൊക്കെ അമ്മയെപ്പോലെ കരുതണം എന്നാണ് പറയണത്. മകളായാൽ പോലും മകൾ ഋതുമതി ആയി കഴിഞ്ഞാൽ അവളെ അമ്മയായിട്ട് കാണണം അത്ര. അച്ഛൻ പോലും അമ്മയുടെ ഭാവത്തിൽ കാണണമെന്ന്.
ഇതൊക്കെ രാമായണം പറഞ്ഞു തരുന്നതാണ്. സ്വന്തം മകളെ മാതൃഭാവത്തിൽ കാണണം. എപ്പോൾ ആ മകൾ ഋതുമതിയായി കഴിഞ്ഞാൽ അവൾ മകളെ പോലെയല്ല അവളെ കാണേണ്ടത്, അമ്മയെപ്പോലെ ഉള്ള ആ സ്നേഹമാണ് വേണ്ടത് അവളോട്. സ്വന്തം മാതാവിനെ പോലെയുള്ള ഒരു ഭാവം അവളോട് വേണം എന്നുള്ളത് പറയണം. അങ്ങനെ ഒരു ഭാവത്തിനെ രാമായണം വായിച്ച് ഇത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെല്ലാവരും വളർന്നു എന്നുണ്ടെങ്കിൽ, ഇതിനെ വേണ്ടതുപോലെ മനസ്സിലാക്കിയെന്നുണ്ടെങ്കിൽ, ഇന്നത്തെ ഈ പെൺകുട്ടികൾക്ക് സംഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിക്കുമോ? 4 വയസ്സ് നോക്കൂ, 4 വയസ്സുള്ള പെൺകുട്ടികളെ, 3 വയസ്സുള്ള പെൺകുട്ടികളെന്ന് പറയുമ്പോൾ എടുത്ത് ഓമനിക്കാനും ഉമ്മ വയ്ക്കാനും തോന്നുന്ന ഒരു പ്രായം. ആ പ്രായത്തിൽ പോലും ഭോഗാസക്തി തോന്നുകയാണെങ്കിൽ എത്രമാത്രം ആസുരിക ഭാവം ആ ജീവൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഓരോ തവണയും സമ്പാദിച്ച് വയ്ക്കുന്ന ഈ ആസുരിക ശക്തി കൂടി വന്ന് അസുരന്മാരെക്കാളും കാര്യം എന്തൊക്കെ പറയായാലും അത്രയും കാമാസക്തനായിട്ടും കൂടി രാവണൻ പോലും ആ സീതയുടെ അടുത്ത് ഇങ്ങനെ സീതയുടെ അനുവാദം ഇല്ലാണ്ട് സീതയുടെ അടുത്തേക്ക് എത്തണില്ല എന്നുള്ള പലപ്പോഴും കാണാം. അനുവാദം ചോദിക്കുന്നുണ്ട് എപ്പോഴും. അങ്ങനെയുള്ള ആ അസുരന്മാർക്ക് പോലും തോന്നുന്നു അതിനേക്കാളും വലിയ ഒരു ഭാവത്തിലേക്കാണ് എത്തിയത്. നമ്മളൊക്കെ പറയും മൃഗീയ ഭാവം, മൃഗങ്ങൾ, അത് അവർക്ക് നമ്മുടെ ഭാഷ മനസ്സിലാവാത്തത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ എല്ലാ മൃഗങ്ങളും കൂടി ഒരുമിച്ച് വന്നിട്ട് നമ്മളെ ആക്രമിച്ച് കൊന്നേനെ. അത്രയും കാരണം മൃഗങ്ങൾക്കൊന്നുമില്ല. ഈ പണ്ട് ഈ നാഷണൽ ജിയോഗ്രാഫി ചാനൽ എന്ന് പറഞ്ഞൊരു ചാനൽ ടി വിയിൽ കാണും. അന്ന് അതൊക്കെയാണ് കാണലുണ്ടാവുള്ളൂ ടി വിയിൽ. അപ്പോൾ അത് കാണുമ്പോൾ അതിൽ ഒരു സമയത്ത് ഇങ്ങനെ കണ്ടു, അതിങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കാട്ടിലിങ്ങനെ ക്യാമറകൾ വയ്ക്കും. അതിങ്ങനെ വച്ചിട്ട് പോകും ഈ ജന്തുക്കളുടെ ജീവിതം എങ്ങനെയാണെന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ക്യാമറയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നോക്കുമ്പോഴാണ് അവിടെ നടന്നതൊക്കെ ഇങ്ങനെ കാണുക. അങ്ങനെ ഒരു ക്യാമറയിൽ പതിഞ്ഞൊരു രംഗം, അതായത് ഒരു സിംഹം വിശന്ന് വളഞ്ഞിട്ട് ഒരു സിംഹം ഒരു മാനിനെ ഓടിപ്പിക്കുകയാണ്. ഓടിപ്പിച്ച് കൊല്ലാൻ നോക്കുമ്പോൾ അത് ഗർഭിണിയായിരുന്ന മാനാണ്. അത് പ്രസവിച്ച് അത് ഒരു എന്തിൻ്റെ പ്രസവിച്ച ഉടനെ അത് എന്തിലൊക്കെ കമ്പ് കൊണ്ട് മരിക്കുകയോ എന്തോ ചെയ്തു. ഉടനെ തന്നെ അത് പ്രസവിക്കുകയും ചെയ്തു. ഇതിനെ അടുത്ത് ചെന്ന സിംഹം ഈ കുട്ടിയെ കണ്ടപ്പോൾ ആ സിംഹത്തിന് അതിനോട് പെട്ടെന്ന് തന്നെ അതിനെ വിശന്ന് വന്നതാണ്. എന്നാൽ ആ മാനിൻ്റെ അമ്മയുടെ മൃതശരീരമുണ്ട്, അതൊന്നും നോക്കാണ്ട് ഈ കുഞ്ഞിനെ നക്കിയിട്ട് അതിനെ ഇങ്ങനെ മറ്റുള്ളവരൊക്കെ അടുത്തേക്ക് വരുമ്പോൾ അതിങ്ങനെ അലറിക്കൊണ്ട് ഇതിനിങ്ങനെ കാത്ത് വയ്ക്കണു. അവരുടെ ഉള്ളിൽ പോലും ഇത്രയ്ക്കും ഒരു ദയുണ്ട്, ഒരു വാത്സല്യമുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ മൃഗീയം എന്നൊന്നും പറയാൻ പറ്റില്ല. മനുഷ്യനെ പോലെ അത്രയും ക്രൂരരായിട്ടുള്ള ജന്തുക്കൾ വേറെ ഇല്ല. ഒരു ജന്തുക്കൾക്കും ക്രൂരതയില്ല. അപ്പോൾ ഇതൊക്കെ പറയണു. ഇനിയാണ് ആരൊക്കെയാണ് പുത്രി, സഹോദരി, സഹോദരൻ്റെ ഭാര്യ, ആ പുത്രൻ്റെ ഭാര്യ, അങ്ങനെയൊക്കെ അവരൊക്കെ ഒരുപോലെയാണ്. അമ്മയെപ്പോലെ കാണുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. സ്വന്തം മകൻ്റെ ഭാര്യയോട് വരെ തോന്നിവാസം കാണിക്കണവർ. അതുപോലെ സഹോദരൻ്റെ ഭാര്യയാണോ ഒന്നും നോക്കാതെ കണ്ട് ഇന്നത്തെ കാലത്ത് നടക്കുന്ന ഈ അക്രമങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഇതിന് അങ്ങനെയുള്ളത് മഹാപാപാണ്. അങ്ങനെ മര്യാദയില്ലാതെ ജീവിക്കുന്നവരെന്ത് ചെയ്യണം? ആ രാജാക്കന്മാർ അവരെ വധിച്ചിട്ട് ധർമ്മത്തെ പുനഃസ്ഥാപിക്കുക ചെയ്യേണ്ടത്. അങ്ങനെയുള്ളവരുണ്ടായാൽ ലോകത്തിന് മുഴുവൻ നാശമാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ തെരഞ്ഞു പിടിച്ച് വധിക്കുക രാജധർമ്മം തന്നെയാണ്. ആ രാജധർമ്മം തന്നെയാണ്. അപ്പം അതുകൊണ്ട് അവരോട് പറഞ്ഞാൽ കൂടുതൽ പറഞ്ഞാൽ പാപം അവരുടെ പാപം പറഞ്ഞവർക്ക് കൂടി പാപം ചെയ്തവർക്ക് അതും കൂടി പാപമായിട്ട് തീരും എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ആണ് ഞാൻ ഈ ഒരു അപ്പം നീ ചെയ്തത് എന്തൊക്കെയാ? നീ നിൻ്റെ ആ സഹോദരൻ്റെ ശരിയേത് തെറ്റേതെന്ന് ചിന്തിക്കാനായിട്ട് നീ അവസരം കൊടുത്തുവോ? ഒരു രാജാവായാൽ നീതി വേണ്ടേ? രാജാവ് രാജനീതി പാലിക്കണ്ടേ? അപ്പോൾ ഒരു തെറ്റ് ഒരാൾ ചെയ്തു വന്ന് നിന്നാൽ 2 വശവും കേൾക്കണം, എന്നിട്ടേ അതിനൊരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ. സ്വന്തം ഇഷ്ടത്തിന് അതാണ് അഹങ്കാരം കൊണ്ട് കണ്ണ് കാണാണ്ടാവുക എന്ന് പറയണത്. അങ്ങനെ എടുത്തു ചാടിയിട്ട് ഒരു കോപം കൊണ്ട് അങ്ങോട്ട് ചാടിയാൽ മറുകോപം കൊണ്ട് ഇക്കിടക്കി കിടക്കാൻ പറ്റില്ല. അപ്പോൾ
അതുകൊണ്ട് ആ കോപത്തിനെ നീക്കിയിട്ട് മനസ്സിനെ സമാധാനമാക്കിക്കൊണ്ട് വേണ്ടതുപോലെ എന്താണ് ഉണ്ടായതെന്ന് ചോദിച്ച് ശരിക്കും ഒരു രാജാവിൻ്റെ നീതിയോട് കൂടിയിട്ട് നീ ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾ സഹോദരന്മാർ തമ്മിലിങ്ങനെ ശത്രുക്കളാവില്ലായിരുന്നു. പിന്നെ ആ സഹോദരൻ്റെ ഭാര്യയെ നീ സ്വന്തം ഭാര്യയെ പോലെ കണ്ടു. അപ്പോൾ അങ്ങനെയുള്ള നിന്നെ ഇനിയും വധിക്കാതിരുന്നു വെച്ചാൽ അത് ധർമ്മത്തിന് ചുതി വരും. അപ്പോൾ ധർമ്മ സംസ്ഥാപനാർത്ഥമാണ് ഞാനിതൊക്കെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ആ രാമൻ്റെ വാക്കുകൾ കേട്ടപ്പോഴാണ് വീണ്ടും വിചാരം ഉണ്ടായത്. അത് എന്നാൽ ആദ്യമേ തന്നെ രാമന് ചെന്നിട്ട് ഈ യുദ്ധത്തിന് മുമ്പ് ചെന്നിട്ട് ബാലിയോട് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ചാൽ മതിയായിരുന്നില്ലേന്ന് തോന്നിയാൽ മനസ്സിലാവില്ല. കാരണം ആ അഹത്തിൻ്റെ ഉള്ളിൽ തിളച്ച് നിൽക്കുമ്പോൾ മനസ്സിലാവില്ല. അഹത്തിന് ഒരടി കിട്ടിയിട്ട് വീഴൂലോ, അപ്പോൾ ആ സമയത്ത് ചെന്ന് പറഞ്ഞാലേ ഇതൊക്കെ ഉള്ളിലേക്ക് എത്തുള്ളൂ, അല്ലെങ്കിൽ എത്തില്ല. അതാണ് അങ്ങനെയുള്ളവരോട് നേരെ പൊരുത്, അവരുടെ മുമ്പിൽ ചെന്ന് പെടുക ചെയ്യാതിരിക്കുക നല്ലത് എന്ന് പറയണേ. അത് പല രംഗത്തും കാണാം. അപ്പോൾ നമ്മൾ നേരെ ചെന്ന് പൊരുതിയിട്ട് കാര്യമില്ല, അവരോട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഭഗവാൻ പല രംഗത്തും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ തന്നെ അനുഷ്ഠിക്കേണ്ടതാണ്. കോപം കൊണ്ട് കണ്ണ് കാണാണ്ടിരിക്കണവരെ മുമ്പിൽ ചെന്നിട്ട് വേദം പറയാൻ നിന്ന് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ കയ്യിൽ കിട്ടിയതെടുത്തിട്ട് നിറന്തല തല്ലിപ്പൊളിച്ചു എന്ന് വരും. അപ്പോൾ നമ്മളത് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയല്ല വേണ്ടത്. അവരുടെ ഏതൊന്നിലാണോ അഹങ്കരിക്കുന്നത് അതിൽ നിന്ന് അവർക്ക് ഒരു അനുഭവം ഉണ്ടായിട്ട് തൻ്റെ അഹങ്കാരത്തിന് ഒരു ച്യുതി സംഭവിക്കുമ്പോൾ അപ്പോഴാണത് പറയേണ്ടത്. ആ സമയം നോക്കിയിട്ടാണ് ശ്രീരാമസ്വാമി ഇത് പറയണത്. അപ്പോൾ ഇതാ പറഞ്ഞു, ഭഗവാനെ അങ്ങയുടെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി. ആ സംസാപരാധം ക്ഷമിക്കണം ഭഗവാനെ. ഞാൻ അറിയാതെ പറഞ്ഞു പോയതെല്ലാം അങ്ങ് കരുണയോടുകൂടി പൊറുക്കണം. അങ്ങയുടെ ആ തിരുവുടൽ കണ്ടിട്ട് അങ്ങയുടെ സമീപത്തിൽ അങ്ങയുടെ ശരമേറ്റിട്ട് ഈ ശരീരം ഉപേക്ഷിക്കാൻ കഴിഞ്ഞത് തന്നെ എൻ്റെ മഹാഭാഗ്യമാണ്. മഹായോഗികൾക്ക് പോലും അങ്ങയെ മോക്ഷപ്രദനായിട്ടുള്ള അങ്ങയെ ദർശിക്കാൻ സാധിക്കുക എന്ന് വെച്ചാൽ അത് പ്രയാസമാണ്. അപ്പോൾ മരിക്കാറാവണ സമയത്ത് അങ്ങയുടെ നാമം ജപിക്കാൻ കഴിയുന്ന ജീവന് മുക്തനാവണമെന്ന് പറയണു. എനിക്കിതാ ഇത്ര വലിയ അപരാധി ആയിരുന്നിട്ട് പോലും അങ്ങയുടെ കാരുണ്യം കൊണ്ട് ദർശനം തന്നു എനിക്ക് എൻ്റെ മുമ്പിൽ. അപ്പോൾ അങ്ങയെ ഇതിനും വലിയൊരു ഭാഗ്യം എന്താണ്? അപ്പം അങ്ങനെ ഇപ്പോൾ ശിക്ഷിക്കുകയല്ല ചെയ്തത്, ശരിക്കും രക്ഷിക്കുകയാണ്, അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. സുഗ്രീവനേക്കാളും അങ്ങയ്ക്ക് എന്നോട് വാത്സല്യം കൂടുതൽ തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ നാശത്തിന് എൻ്റെ ഇടയാക്കാണ്ട് അങ്ങ് ധർമ്മം പരിപാലിച്ചുകൊണ്ട് എനിക്ക് അനുഗ്രഹം നൽകുകയാണ് ചെയ്തത്. അപ്പം അതുകൊണ്ട് അങ്ങ് ജനിച്ചത് സാക്ഷാൽ ശ്രീമൻ നാരായണനാണ്. അങ്ങയുടെ ധർമ്മപത്നിയായിട്ടുള്ള സാക്ഷാൽ ശ്രീ ലക്ഷ്മി തന്നെയാണ് സീതാദേവി എന്നെല്ലാം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങയുടെ ലോകത്തിലേക്ക് ഞാനിതാ പോവുകയാണ്. ഇനി എനിക്ക് വേറെ എവിടെയും പോകണ്ട, എനിക്കൊരു ഒരു അധോഗതി ഇല്ല. ഞാൻ അങ്ങയുടെ ലോകത്തിൽ ചെന്നിട്ട് തീരാനാണ് പോണത്. അപ്പം അങ്ങനെ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ തൻ്റെ പാണികളെ കൊണ്ട് ഭാര്യയുടെ ശരീരം തലോടി ബാണം പറിച്ചെടുത്തപ്പോൾ ഭഗവാന്റെ ആ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് ആനന്ദത്തോടു കൂടിയിട്ട് രാമനാമം ജപിച്ചുകൊണ്ട് രാമ 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 എന്ന് ജപിച്ചുകൊണ്ടതാ വിഷ്ണുലോകം പോകിയിട്ട് അങ്ങനെ ആ ഭാഗം വരെയാണ് നമ്മൾ വായിച്ചത്. ബാക്കി ഭാഗങ്ങൾ പാരായണം ചെയ്യാം. ജാനകീ ജീവനസ്മരണം രാമനായൊരു പരമാത്മനാ ബാലിരാമാപദം പ്രവേശിച്ചോരനന്തരം മർക്കടൗഖം ഭയത്തോടോടി വേഗേന മുക്കിയതു കിഷ്കിന്തയായ പുരാജിരെ ചൊല്ലിനാത്താരയോടാശു കവികളും സ്വർലോകവാസിയായി വന്നു കവീശ്വരൻ ശ്രീരാമസായകാമേറ്റൂരണാജിരെ താരേ കുമാരനെ വഴിക്ക് വൈകാതെ ഗോപുരാവാതിൽ നാലും ദൃഢം ബന്ധിച്ചു ഗോപിച്ചുകൊൾക്ക കിഷ്കിന്താവാ മഹാപുരം മന്ത്രികളോടു നിയോഗിക്ക നീ പരിബന്ധികളുള്ളിൽ കടക്കാതിരിക്കണം
ബാലി മരിച്ചതു കേട്ടു ഒരു താരയും മാലോലാമേഴുന്ന കണ്ണുനീരും വാർത്തു ദുഃഖേന വക്ഷസീതാടിച്ചു താടിച്ചു ഗദ്ഗദാവാച പറഞ്ഞു പലതരം. എന്തിനെനിക്കിനി പുത്രനും രാജ്യവും എന്തിനു ഭൂതലാവാസവും മേ വൃഥ. ഭർത്താവു തന്നോടുകൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ. ഇത്തം കരഞ്ഞവൾ ചെന്നു തൻ രക്തപുംസുക്കളണിഞ്ഞു കിടക്കുന്ന വസ്തുക്കളെ പരമ്പു കണ്ടു മോഹം പൂണ്ടു പുത്രനോടും കൂടെ ഏറ്റം വിവേശനായി വിണിതു ചെന്നു പദാന്തികെ താരയും കേണു തുടങ്ങിനാൻ പിന്നെ പലതരം. ബാണമെയ്തെന്നെയും കൊന്നിടു നീമമാ പ്രാണനാഥന്നു പുറാവിരിഞ്ഞാലടോ. എന്നെ പതിയോടുകൂടെ അയക്കിലോ കന്യകാദാനാബലം നിനക്കും വരും. ആര്യനാം നിന്നാലനുഭൂതമല്ലയോ ഭാര്യാവിയോഗജ ദുഃഖം രഘുപതേ. വിഗ്രഹം തീർത്തു ഭൂമിയും രുമയുമായി വാഴ്ക നീ സുഗ്രീവരാജ്യഭോഗങ്ങളോടും ചിരം. ഇത്തം പറഞ്ഞു കരയുന്ന താരയോടുത്തരാമായരുൾ ചെയ്തിതു രാഘവൻ. തത്വജ്ഞാനോപദേശേന കാരുണ്യേന ഭർതൃവിയോഗ ദുഃഖം കളഞ്ഞിടുവാൻ. എന്തിനു ശോകം വൃഥാതവാ കേൾക്ക നീ ബന്ധമില്ലേതുമതിന്നു മനോഹരേ. നിന്നുടെ ഭർത്താവു ദേഹമോ ജീവനോ ധന്യേ പരമാർത്ഥം എന്നോടു ചൊല്ലു നീ. പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം തൊങ്മാംസരക്താസ്തി കൊണ്ടടോ. നിശ്ചേഷ്ടകാഷ്ടതുല്യം ദേഹമോർക്ക നീ നിശ്ചയമാത്മാവു ജീവൻ നിരാമയന്നില്ല ജനനം മരണവുമില്ല കേളല്ലുണ്ടാകായി അതിന്നു അതു നിനച്ചേതുമേ. നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ ദുഃഖിക്ക് ദുഃഖവിഷയവുമല്ലതു കേവലം. സ്ത്രീ പുരുഷ ക്ലീബഭേദങ്ങളുമില്ല താപശീതാദിയുമില്ലെന്നറിയുക നീ. സർവഗൻ ജീവനേകൻ പരനദ്വയൻ തുല്യൻ അലേപകൻ. ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമോർത്തെന്തു ദുഃഖത്തിനു കാരണം. രാമവാക്യാമൃതം കേട്ടോരു താരയും രാമനോടാശു ചോദിച്ചിതു പിന്നെയും. നിശ്ചേഷ്ടകാഷ്ടതുല്യം ദേഹമായതും സജിതാത്മാ നിത്യമായതു ജീവനും ദുഃഖസുഖാദി സംബന്ധമാർക്കെന്നുള്ള അതൊക്കെയോ ഒക്കെ അരുൾ ചെയ്യുക വേണം ദയാനിധേ. ഒക്കെ അരുൾ ചെയ്യുക വേണം ദയാനിധേ എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ തന്നെ. രഹസ്യമായുള്ളതു കേൾക്കുന്നീ യാതൊരളവു ദേഹേന്ദ്രിയാഹങ്കാര ഭേദഭാവേന സംബന്ധമായി വരും. അത്ര നാളേക്കും ആത്മാവിന് സംസാരമെത്തും. അവിവേക കാരണാൽ നിർണയം ഓർക്കിൽ നിമിത്യഭൂതമായ സംസാരവും പാർക്കതാനെ വിനിവർത്തിക്കയില്ലടോ. നാനാവിഷയങ്ങളെ ധ്യായമാനാം മാനവാനെങ്ങനെ എന്നതും കേൾക്ക നീ. മിഥ്യാഗമം നിജാസ്വപ്നെ യഥാ സത്യമായുള്ളോ അതു കേട്ടാലുമെങ്കിലോ ന്യൂനമനാദ്യ വിദ്യാബന്ധഹേതുന ദാനം അഹങ്കൃതിക്കാശു തൽക്കാര്യമായി സംസാരമുണ്ടാം. അപാർത്ഥകമായതും സംസാരമോ രാഗദേശാദിസംകുലം മാനസം സംസാരകാരണമായതും മാനസത്തിനു സംബന്ധം ഭവിക്കുന്നതും മനസ്സാമനത്വം ഭവിക്കയാൽ ആത്മനസസ്ഥൽകൃതബന്ധം ഭവിക്കുന്നു. രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധ സ്ഫടികവും തദ്വർണ്ണമായി വരും. വസ്തുതാ വാർക്കിലില്ല തദ്ജ്ഞന ചിത്തെ വിചാരിച്ചു കാൺക നീ സൂക്ഷ്മമായി. ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാൽ എത്തും ആത്മാവിനു സംസാരവും ബലാൽ. ജാനകി ജീവനസ്മരണം. ബാലിയെ വധിച്ചു എന്നറിഞ്ഞിട്ട് ബാക്കിയുള്ള വാനരന്മാർക്ക് ഓടിച്ചെന്നിട്ട് താരയോട് പറഞ്ഞു, ബാലി ദേവലോകത്തിലേക്ക് പ്രാപിച്ചു. അതുകൊണ്ട് ഇനി മകനെ രക്ഷിച്ചുകൊള്ളൂ. ഇതെല്ലാം കൊട്ടാരത്തിൻ്റെ വാതിലുകളൊക്കെ അടച്ചോളൂ, ആരും ഉള്ളിൽ കിടക്കാണ്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെട്ട് നിൽക്കുമ്പോൾ
ആ ഭാര്യ മരിച്ചപ്പോൾ അപ്പോൾ താര ചോദിച്ചു, ഇനി എനിക്ക് രാജ്യവും പുത്രനും ഈ ഭൂതലത്തിൽ താമസിക്കലൊക്കെ എനിക്ക് എന്തിനാ, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പോവുകയാണ്, എനിക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് ആ ഭാര്യയുടെ ദേഹത്തിലേക്ക് മകനോട് കൂടിയിട്ട് വീണ് ഉറക്കെ കരഞ്ഞിട്ട് പിന്നെ ശ്രീരാമചന്ദ്രപ്രഭുവിനോട് ചോദിച്ചു, എന്തിനാ ഒരു ബാണം എഴുതട്ടെ, ഇനിയിപ്പോൾ ദാ അവിടെ ആ ബാലി എഴുത ബാണം നിൻ്റെ കയ്യിലില്ലേ, ആ ബാണം എഴുതട്ടെ, എന്നെയും കൂടി കൊല്ലൂ, എൻ്റെ പ്രിയതമനെ വിരഹം എനിക്ക് സഹിക്കാൻ കഴിയില്ല, ഭർത്താവിനോടൊപ്പം എന്നെയും വധിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് അതുകൊണ്ട് ദോഷമൊന്നും വരില്ല, കന്യാദാന ഫലം ധന്യവയത്തിൻ്റെ പുണ്യമാണ് ലഭിക്കുക, ആ ഭാര്യയുടെ വിരഹദുഃഖം അങ്ങ് അനുഭവിച്ചതല്ലേ, അപ്പോൾ അതുപോലെ തന്നെ ഭർത്താവിൻ്റെ വിരഹദുഃഖം ഞാനും അനുഭവിക്കേണ്ടത്, അങ്ങ് എങ്ങനെയാണോ ഭാര്യയെ പിരിഞ്ഞിട്ടുള്ള ദുഃഖം അനുഭവിക്കേണ്ടത് അതുപോലെ തന്നെ ഞാനിതാ ഭർത്താവിനെ പിരിഞ്ഞിട്ടുള്ള ദുഃഖം അനുഭവിക്കുകയാണ്. അതുകൊണ്ട് പറയണു, സുഗ്രീവനോട് പറയണു, നീ സന്തോഷമായിട്ട് രമയോട് കൂടിയിട്ട് ദീർഘകാലം രാജകീയ ഭോഗങ്ങളൊക്കെ അനുഭവിച്ചിട്ട് ജീവിച്ചോളൂ എന്ന് പറയണു. അപ്പം ഭഗവാൻ പറയണു, എന്തിനാണ് താരെ നീ, കാരണം ഒരു വാനര സ്ത്രീയാണ് താര. അപ്പോൾ എല്ലാവരോടും ഭഗവാൻ ആ തത്വജ്ഞാനം ഉപദേശിക്കുകയും ചെയ്യില്ല, ഓരോ ജീവൻ്റെയും ഗതിക്കനുസരിച്ച് ഭഗവാൻ ഓരോരുത്തരോടും ഓരോന്ന് പറയുന്നു. അതാണ് നമ്മൾ ഇവിടെ ഇരുന്നിട്ടിപ്പോൾ രാമായണം വായിക്കുന്നുണ്ട്, കഥകൾ പറയുന്നുണ്ട്, ഇതൊക്കെ എല്ലാവർക്കും ഒരുപോലെയാണെന്നുണ്ടെങ്കിലും ഓരോ ജീവൻ്റെയും ഗതിക്കനുസരിച്ചിട്ട് ഓരോ വിധത്തിലാണ്. ചിലപ്പോൾ ഇവിടെ ഇരുന്ന് പറയുന്ന എന്നെക്കാളും ആഴത്തിൽ ഒരു ജീവൻ്റെ ആ ഇതനുസരിച്ച് ആഴത്തിൽ അതിനെ ഉൾക്കൊള്ളാൻ പറ്റണവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. നമുക്കത് പറയാൻ പറ്റില്ല, കാരണം ഭഗവാനാണ് ഇവിടെ ഇരുന്ന് പറയണതും ഇവിടെ ഇരുന്ന് കേൾക്കണതും ഇതെല്ലാം ഈശ്വരനാണ്. നമുക്ക് തോന്നുകയാണ് നമ്മളാണ് ചെയ്യണത്, നമ്മളൊന്നുമല്ല, ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്ന ഈശ്വരനാണ്. ഈശ്വരൻ ഒരു സ്ഥലത്തിരുന്ന് പറയണു, ഈശ്വരൻ തന്നെ കേൾക്കണു. അത് ആ ഒരു ജീവൻ്റെ എങ്ങനെയാണ് ആ ജീവൻ്റെ ഗതി അതിനനുസരിച്ച് അതിന് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക ചെയ്യണത്. അപ്പോൾ അതാ ഇതുവരെ ചോദിച്ചിട്ട് ലക്ഷ്മണനോട് പോലും തത്വം ചോദിച്ചിട്ടാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ പറയണു, അങ്ങനെ ചോദിക്കാണ്ടും പറഞ്ഞു കൊടുക്കണം വേണ്ടവർക്ക് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ അതിവിടെ കാണിച്ചു തരികയാണ് താരയുടെ അടുത്ത്. അതാണ് നമ്മൾ പറയില്ലേ, അഹല്യ തപസ്സുകൊണ്ട് ആ അഹല്യ പ്രാപിച്ചത് ഒരു കല്ലായിട്ടിരുന്ന് കല്ല് പോലെ എന്നുവെച്ചാൽ ഒരു കല്ല് ശില എങ്ങനെയാണോ അതേ ഭാവത്തിൽ ബാക്കിയൊന്നും അറിയാണ്ട് മഴയും വെയിലൊക്കെ ബാധിച്ചുകൊണ്ട് ഭഗവാനെ മാത്രം മനസ്സിൽ ഉറപ്പിച്ചിട്ട് ആ അഹല്യ ആ ഭഗവാൻ വരണ വരെ തപസ്സിരുന്നു. അതുപോലെ അപ്പോൾ അഹല്യ, ദ്രൗപദി, സീത, താരാ, മണ്ഡോദരി തഥാ മണ്ഡോദരി പോലും ഉണ്ട്. അങ്ങനെ പഞ്ചകന്യാസ്മരേ നിത്യം സർവദുഃഖ വിനാശനം എന്നാ പറയുക. അപ്പോൾ ആ 5 പുണ്യവതികളായ അവരുടെ കൂടെ താരയുടെ പേരും കൂടി പറയുന്നുണ്ട്. കാരണം അങ്ങനെയാണ് ആ താരയുടെ ആ മഹത്വം ശ്രീരാമചന്ദ്രപ്രഭുവിനെ അറിയാം. അപ്പോൾ താരയെ ഉപദേശിച്ചാൽ താരയ്ക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് അറിയുന്നത് കൊണ്ട് താരയോട് പറയണു, നിൻ്റെ ഭർത്താവ് ഇപ്പോൾ ശരീരം ഉപേക്ഷിച്ച് പോയില്ലോ, ഈ ശരീരമായിരുന്നോ നിൻ്റെ ഭർത്താവ്, ഈ ശരീരം ആണോ നിൻ്റെ ഭർത്താവ് എന്ന് അല്ലേ നമ്മളോടൊക്കെ എല്ലാവരും ചോദിക്കും. ശരീരമാണ് എന്നുണ്ടെങ്കിൽ, ശരീരമാണ് പോയി ഭർത്താവ് എന്നുണ്ടെങ്കിൽ ആ ശരീരത്തിൽ നിന്ന് ആ ജീവൻ വേർപ്പെട്ടതിന് ശേഷം ആ ശരീരത്തിന് എൻ്റെ കൂടെ എത്ര സമയം നമുക്ക് ഇരിക്കാൻ സാധിക്കും, എത്ര സമയം ഇരിക്കാൻ സാധിക്കും. അത് പോട്ടെ, എത്ര ദിവസം എന്നുള്ളത് പോട്ടെ, കാരണം 1 ദിവസമോ 2 ദിവസമോ കഴിയുമ്പോഴേക്കും അതിൻ്റെ അവസ്ഥ എന്താവും അല്ലേ. അപ്പോൾ അത് പോട്ടെ, ഇപ്പോൾ അങ്ങനെ ഒന്ന് സംഭവിച്ചു എന്നുണ്ടെങ്കിൽ ആ മരണം സംഭവിച്ച അതുവരെ നമ്മൾ കെട്ടിപ്പുണർന്ന് സ്നേഹിച്ച് ഒരേ കട്ടിലിൽ ഒരുമിച്ച് കിടന്ന ആ ആളാണ്, ഭാര്യ ആവട്ടെ ഭർത്താവട്ടെ, നമ്മളെ വിട്ടുപോയത്. ആ വിട്ടുപോയതിന് ശേഷം ഒറ്റയ്ക്ക് തന്നെ എത്ര സമയം, വേറെ ആരും അങ്ങോട്ട് വരുന്നില്ല എന്ന് നീ ഒറ്റയ്ക്ക് തന്നെ ആ ശരീരത്തിൻ്റെ കൂടെ എത്ര സമയം ഇരിക്കാൻ പറ്റും? അപ്പോഴേക്കും നമുക്ക് ഭയമാണ് വരുന്നത്. അതുവരെ ഉണ്ടായ സുരക്ഷിതത്വമല്ല തോന്നുക, ഭയമാണ് തോന്നുക. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുക എന്താ, ഈ ശരീരമല്ല നമ്മളെ സന്തോഷിപ്പിച്ചിരുന്നത്, ഈ ശരീരമല്ല നമുക്ക് അഭയം നൽകിയത്, ഈ ശരീരമല്ല, ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ചൈതന്യമാണ്. ആ ചൈതന്യം ഈ ശരീരത്തിൽ നിന്ന് വിട്ടു എന്നുണ്ടെങ്കിലും ആ ചൈതന്യം
എപ്പോഴും അത് നമ്മുടെ ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്ന അതേ ഈശ്വര ചൈതന്യം തന്നെയാണ്. അപ്പോൾ ഈ ജീവൻ്റെ കർമ്മപ്രാരാബ്ധം കഴിഞ്ഞപ്പോൾ ആ ശരീരം അത് ഉപേക്ഷിച്ച് പോയി എന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ശരീരമാണോ നിൻ്റെ ഭർത്താവ്? ഈ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ ശരീരം ഉണ്ടായിരിക്കുന്നത് ത്വക്ക്, മാംസം, രക്തം, അസ്ഥി എന്നിവ കൊണ്ട് നിർമ്മിച്ചതാണ്, ജഡാണ് അല്ലേ? ഇപ്പോൾ അത് ചലനമില്ലാത്ത വിറകുകൊള്ളി പോലെയാണ്. നീ ഇപ്പോൾ കരയണതോ നീ പറയണതോ ഒക്കെ അത് അറിയണ്ടോ? ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ ജീവനാകുന്ന ആത്മാവ് ദുഃഖരഹിതനാണ്, അതിന് ജനന മരണങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ആത്മാവിനെ കുറിച്ചിട്ട് ഒരിക്കലും ദുഃഖിച്ച് ആരെങ്കിലുമൊക്കെ നമ്മൾ ആ ശരീരം ഉപേക്ഷിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും കരയാൻ പാടില്ല എന്നാണ് പറയുക. അങ്ങനെ അത് നിലനിൽക്കില്ല. അത് എന്താണെന്ന് വെച്ചാൽ ജീവൻ നിൽക്കുക, നടക്കുക, ദുഃഖിക്കുക, സ്ത്രീയെന്നോ പുരുഷനോ നപുംസകനോ ഒന്നും ഭേദമൊന്നുമില്ല. ഭാഗവതത്തിൽ അങ്ങനെ ഒരു കഥ പറയുന്നുണ്ട്. ആ കഥ പറയുമ്പോൾ മഹാരാജാവിൻ്റെ പുത്രൻ മരിച്ചിട്ട് ഉറക്കെ കരയുമ്പോൾ കുറേ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയിട്ടും മനസ്സിലാവണില്ല. അപ്പോൾ ശ്രീനാരദ മഹർഷി ആ ജീവനെ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു നീ എന്താ ഈ ശരീരം ഉപേക്ഷിച്ച് പോണേ? നിൻ്റെ അച്ഛനമ്മമാർ കരയണ കണ്ടില്ലേ? എത്ര ആഗ്രഹിച്ചിട്ടാണ് അവർക്ക് ഒരു പുത്രനുണ്ടായത്. നീ എന്താ അങ്ങനെ പോണേ എന്ന് ചോദിച്ചു ആരുടെ അച്ഛൻ? ഏത് ജന്മത്തിൽ അച്ഛനാണ്, ഏത് ജന്മത്തിൽ അമ്മയാണ്? ഞാൻ ഏതൊക്കെയോ ജന്മത്തിൽ ആർക്കൊക്കെയോ അച്ഛനായിട്ടിരുന്നുണ്ട്, ആർക്കൊക്കെയോ അമ്മയായിട്ടിരുന്നുണ്ട്, ആർക്കൊക്കെയോ സഹോദരനായിട്ടിരുന്നുണ്ട്. അപ്പോൾ പലരും എനിക്കും അച്ഛനും അമ്മയും. അപ്പോൾ ആരുടെ ദുഃഖമാണ് ഞാൻ കേൾക്കേണ്ടതെന്ന് ആ ജീവൻ ചോദിക്കണു എന്നുള്ള ഒരു കഥ ഭാഗവതത്തിൽ പറയും. അപ്പം അതുപോലെ ഇവിടെ പറയണു അങ്ങനെയൊന്നുമില്ല. സർവ്വവ്യാപിയായിട്ടുള്ള ജീവൻ ഏകനും അദ്വൈനുമായിട്ട്, അതുകൊണ്ട് രൂപഭേദങ്ങളൊന്നുമില്ല എന്നെല്ലാം പറയണം. അപ്പോൾ അങ്ങനെയുള്ള ആ നിത്യ സത്യത്തിനെ ചിന്തിച്ചിട്ട് നീ എന്തിനാണ് ആ തത്വം അറിയുന്ന നിനക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ നിനക്കത് ഉപദേശിച്ചു. നീ എന്തിനാ അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ശ്രദ്ധയോടെ കേട്ട താര ചോദിച്ചു, വിറകുവള്ളി ശരീരം ഇവിടെ വിറ്റുപോയി വിറകുവള്ളി പോലെയാണെന്ന് അങ്ങ് പറഞ്ഞുവല്ലോ. അപ്പോൾ ജീവൻ നിത്യനാണെന്നും പറഞ്ഞു. അപ്പോൾ ദുഃഖങ്ങളായിട്ടുള്ള ബന്ധം ആർക്കാണെന്ന് പറഞ്ഞു തരൂ. ഈ സുഖവും ദുഃഖമൊക്കെ അനുഭവിക്കുന്നത് ആരാണ്? അത് ബന്ധം ആർക്കാണെന്ന് പറഞ്ഞു തരുമെന്ന് പറഞ്ഞത് അത്യന്തം രഹസ്യമായ കാര്യമാണ്. അത് പറഞ്ഞാൽ ഇപ്പോൾ ആ താരയോട് പറഞ്ഞ അതേ കാര്യം നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കേൾക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് എത്ര ബോധ്യമാവും എന്നറിയില്ല. കാരണം നമ്മൾ അത് ബോധ്യപ്പെടാൻ തക്ക അത്രയ്ക്ക് പ്രാപ്തി വരുമ്പോഴേ നമുക്കത് ബോധ്യമാവുള്ളൂ. പക്ഷേ ഇത് കേട്ടത് കൊണ്ട് നമുക്ക് അത് ബോധ്യപ്പെടാനുള്ള വഴിയിൽ മാർഗം തെളിഞ്ഞ് കിട്ടും. അപ്പോൾ ധാരാളം കേൾക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ധാരാളം കേൾക്കുക, ധാരാളം പറയുക. പറഞ്ഞും കേട്ടും ഇരിക്കുമ്പോൾ ഒരു ദിവസമല്ലേ ഒരു സാധനം ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചാൽ അത് ഇതിനോട് അങ്ങോട്ട് ഘടിപ്പിച്ച് വെക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വയ്ക്കുകയാണ്. അത് കുറേ ഇങ്ങനെ തിരിച്ച് നോക്കിയിട്ട് എത്ര തിരിച്ച് നോക്കിയിട്ടും ശരിയാവണില്ല. അങ്ങനെ കുറേ തിരിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ടക്കെന്ന് പറഞ്ഞാൽ വെട്ടില വീണ് കഴിയുമ്പോൾ നമുക്ക് അത് ഇത്രയേ ഉള്ളൂ, പിന്നെ അത് തുറന്നിട്ട് അടയ്ക്കാൻ നമുക്ക് പ്രയാസം ഉണ്ടാവില്ല. കാരണം ഇത് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാവും. അതുവരെ നമ്മൾ വളരെ പ്രയാസത്തിൽ അതൊന്ന് ശരിയാക്കാൻ നോക്കുക. അപ്പോൾ അതിനൊരു ചെറിയ ട്രിക്കേ ഉള്ളൂ. ആ ട്രിക്ക് നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഇത് ചെയ്തത്. ശരിക്കും അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം എനിക്ക് അനുഭവമായ ഒരു കാര്യം പറയാം. ഈ മാല കെട്ടൽ, നൂലുകൊണ്ട് മാല കെട്ടാൻ എനിക്ക് അറിയില്ല. അപ്പോൾ എനിക്കത് വലിയ ഇഷ്ടം. ഭഗവാന് മാല കെട്ടാലോ എന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞതിന് മുമ്പ് കുറേ നോക്കി, അത് പഠിക്കാൻ പറ്റണില്ല. അപ്പോൾ പാലക്കാട് ചേച്ചിയുണ്ട്, ഞങ്ങളുടെ ചേച്ചി. അപ്പോൾ ആ ചേച്ചി ഞങ്ങൾക്ക് എനിക്കിത് കെട്ടാൻ കുറേ നൂല് പിടിച്ച് വിരലിങ്ങനെ പിടിച്ച് തിരിച്ചൊക്കെ കാണിച്ചു തന്നിട്ട് എനിക്കിത് എന്ത് ചെയ്തിട്ടും ബോധ്യമാവണില്ല. പിന്നെ ഞാൻ വീട്ടിൽ വന്നിരുന്ന് കുറേ ഇങ്ങനെ കെട്ടാനായിട്ട് കുറേ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. അവസാനം എനിക്ക് അങ്ങോട്ട് സങ്കടം വന്നു. എന്താ ഗുരുവായൂരപ്പ, എനിക്കൊരു മാല കെട്ടിയിടാൻ കൊതിച്ചിട്ടല്ലേ, ഇതെന്താ ശരിയാവാത്തതെന്ന് പറഞ്ഞാൽ എങ്ങനെയോ തിരിച്ചപ്പോൾ അത് അങ്ങോട്ട് ശരിയായി. അപ്പം ഞാൻ ഒന്നും കൂടി അങ്ങനെ ചെയ്തപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇതെന്താ അവരെന്നോട് ഇതെന്താ മനസ്സിലാവാത്ത പ്രയാസം? കാരണം അവർക്കതറിയാം. അതുപോലെ ഇപ്പോൾ ഇത് ഉപദേശിക്കുന്നവരൊക്കെ ചോദിക്കും, നമുക്ക് മനസ്സിലാവാണ്ട് ചോദിക്കും, നിങ്ങളൊക്കെ എന്ത് പൊട്ടത്തികളാണ്, നിങ്ങൾക്ക് എന്താ അവർക്കതറിയാം, നമുക്കത് ആവണില്ല. അത് നമുക്ക് മനസ്സിലാവണവരെ പറഞ്ഞു തരിക എന്നുള്ളതാണ് അവരുടെ അത്. അറിവുള്ളവർക്ക് നമുക്ക് മനസ്സിലാവണവരെ പറഞ്ഞു തരിക. അത് അതിൻ്റെ സമയം വരുമ്പോൾ പറയുമ്പോൾ അത് എത്തും. നമ്മുടെ നൂച്ചൂർ സ്വാമിയൊക്കെ പറയുമ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല എന്ന് പറയുമ്പോൾ പറയാം, സമാധാനമായി, നന്നായി മനസ്സിലാവാണ്ടിരിക്കുക വേണ്ടേ.
അത് മനസ്സിലാക്കണ്ട, നിങ്ങൾ കേട്ടാൽ മതി. ഇത് ഇഷ്ടത്തോടു കൂടി കേട്ടാൽ മതി. മനസ്സിലാക്കേണ്ട ആ ഉള്ളിൽ സംഭരിച്ച് വെക്കുക. അപ്പോൾ അതിൻ്റെ സമയം വരുമ്പോൾ അത് തന്നെ നമുക്ക് പ്രകാശിച്ച് വരും എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ഒന്നും സംസ്കൃതം മനസ്സിലാവണില്ലല്ലോ, ഭാഗവതം വായന കേൾക്കാൻ വരാണ്ടിരുന്നിട്ട് ഇരിക്കേണ്ട കാര്യമില്ല. സംസ്കൃതം തന്നെ കേട്ട് കുറേ കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ അത് ബോധ്യമായിട്ട് തീരും, അത് നമുക്ക് പറ്റും എന്നുള്ളത്. അതാണ് പറയുന്നത്. കേൾക്കണം, ധാരാളം കേൾക്കണം. ശ്രവണത്തിന് അത്രയ്ക്കധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു രഹസ്യമാണ്, കേട്ടോളൂ എന്ന് പറഞ്ഞാൽ പറയാണ്. അദ്ദേഹം ഇന്ദ്രിയങ്ങൾ, ഞാനെന്ന ഭാവം എന്നീ ഭേദങ്ങളോട് കൂടിയിട്ട് ബന്ധമുള്ളിടത്തോളം കാലം വിവേകം നിമിത്തമാണ് ഈ സംസാര ബന്ധനം ഉണ്ടാവുന്നത്. എന്താണെന്ന്, ഈ ശരീരം ഞാനാണ്, ഇന്ദ്രിയങ്ങൾ എൻ്റെയാണ്, ഇതെല്ലാം ഞാനെന്ന ഭാവം ഉള്ളിലുള്ളിടത്തോളം കാലം ഈ സംസാര ബന്ധനം നമുക്ക് ബന്ധം ഉണ്ടായിട്ട് വരും. അപ്പോൾ അത് തന്നെ പിന്തിരിഞ്ഞ് പോവില്ല. ഇന്ദ്രിയ വിഷയങ്ങളെ പറ്റിയിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കണവൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? ആ സ്വപ്ന ദർശന വേളയിൽ അത് മിഥ്യയാണെന്നുള്ള ബോധം ഉണ്ടാവില്ല. അതുപോലെയാണ് ഇപ്പോൾ സ്വപ്നം കാണുകയാണ് നമ്മൾ സ്വപ്നം കാണുന്ന സമയത്ത് ഒരു വലിയൊരു പുലി വന്ന് കാട്ടിൽ നമ്മളെ എതിലോ നടക്കണം. അപ്പോൾ കാട്ടിൽ കൂടെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഒച്ച കേൾക്കാണ്ട് നമ്മൾ ഒറ്റയ്ക്ക് കാട്ടിൽ പെട്ടുപോയി ആ ഭയമൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലേ? എല്ലാ ഭയവും അനുഭവിക്കുന്നുണ്ട്. അപ്പോഴാണ് പെട്ടെന്നൊരു പുലി അലറി ചാടി വീണ് ആകെ വേർത്ത് കുളിച്ച് ഉറക്കെ കരഞ്ഞൊക്കെ നോക്കി ഞെട്ടി ഉണർന്നു. അപ്പോൾ കരയണം, ചിലപ്പോൾ ആ കരച്ചിൽ പുറത്തേക്ക് വന്നിട്ടുണ്ടാവും, ചിലപ്പോൾ ഞെട്ടി ഉണർന്നുണ്ടാവും. ഏതായാലും പുറത്തേക്ക് വന്നാൽ ആരെങ്കിലും വിളിച്ചുണർത്തും, അല്ലെങ്കിൽ നമ്മൾ ഞെട്ടി ഉണരും. ആ അവസ്ഥയിൽ ഉണർന്നിരുന്നാലും നമുക്കറിയാം നമ്മൾ അനുഭവിച്ച ഭയം, നമ്മളറിയാം. അത്രയും നേരം നമ്മൾ അനുഭവിച്ച ഭയം നമുക്ക് അപ്പോഴും നമ്മുടെ ശരീരമൊക്കെ വേർത്തിട്ടുണ്ടാവും. അതൊക്കെ പക്ഷെ അത് സത്യമാണോ? സത്യമല്ല, പക്ഷെ അത് അനുഭവിച്ചില്ലേ? സത്യമല്ലാത്തൊരു കാര്യം. പുലി വന്നിട്ടുമില്ല, നമ്മൾ വീട്ടിൽ നല്ല സുഖമായിട്ട് കട്ടിലുമ്മേ നന്നായിട്ട് കിടന്നുറങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ കിടന്നുറങ്ങണം, നമുക്ക് ഇതൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ അത് അനുഭവമായോ? അങ്ങനെ ആ സ്വപ്നം എങ്ങനെയാണോ നമുക്ക് അനുഭവമാവണത്, അനുഭവമാണെന്ന് തോന്നുന്നത്, ഉണർന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായല്ലേ സ്വപ്നമായിരുന്നു, സമാധാനമായി. അപ്പോൾ അതുപോലെയാണ് ആ ബോധം ഉണരണ വരെയാണ് ഈ മിഥ്യയാണ് എന്നുള്ളത് മനസ്സിലാവണം. പരമാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടറിഞ്ഞിട്ട് ഈ സ്വപ്ന സമാനമാണ് ഈ ജീവിതം എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ബന്ധം നിമിത്തം ഞാനാണ്, എൻ്റെയാണ് എന്നുള്ളതൊക്കെ വളർത്തേണ്ടതൊക്കെ ആ ബന്ധമാണ്, അത് ബന്ധം ഉണ്ടാവുകയാണ്. അപ്പോൾ അതിൽ അങ്ങനെയാകുമ്പോൾ നമുക്ക് രാഗദ്വേഷങ്ങൾ ഉണ്ടാവണം, നിരാശ ഉണ്ടാവണം, ക്രോധം ഉണ്ടാവണം, താപം ഉണ്ടാവണം, എല്ലാം വരണം അതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ അതിനൊക്കെ കാരണം എന്താ? മനസ്സാണ്. മനസ്സ് ഓരോന്നിനെയും എങ്ങനെ സ്വീകരിക്കണം. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ്. നമ്മളിത് എങ്ങനെ സ്വീകരിക്കണോ എന്നുള്ളതിന് അനുസരിച്ചിട്ടാണ് ഓരോന്നും. അപ്പോൾ എല്ലാത്തിനും മനസ്സാണ് ആ ബന്ധനം ഉണ്ടാക്കുന്നത്. ആത്മാവും മനസ്സും ആ മനസ്സിൽ നിന്ന് മനസ്സിനെ ഈശ്വരനോട് ചേർത്ത് വെച്ച് ആ മനസ്സിൽ ചിന്തകൾ, അനാവശ്യമായ ചിന്തകളുടെ കൂട്ടമാണ് മനസ്സ്. ഒരു ചെറിയ കാര്യം ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരികയാണ്, ഇങ്ങോട്ട് വരണ സമയത്ത് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാൾ കണ്ടു. അയാളെ കണ്ടപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വരിക എന്ന് ചോദിച്ചു. അയാളൊന്നും മിണ്ടാണ്ട് അങ്ങോട്ട് പോയി. ചിലപ്പോൾ ആളുടെ എന്തെങ്കിലും ഒരു ചിന്തയിൽ പോയതായിരിക്കും, നല്ലോണം ഒന്ന് നോക്കിപ്പോയി. അവരുടെ മനസ്സെങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ കഷ്ടം, എന്താണാവോ ഞാനിങ്ങനെ എന്നോട് ഇത്ര സ്നേഹമായിട്ട് അവരെന്നെ കണ്ടിട്ട് മിണ്ടാണ്ട് പോയി, എന്താണാവോ ദേഷ്യം. പിന്നെ ഇവിടെ ഭാഗവതം രാമായണം കേൾക്കാൻ വന്നിരിക്കുമ്പോഴും രാമായണം ഒന്നും കേൾക്കുന്നതും വായിക്കുന്നതൊക്കെ കണ്ണൊക്കെ അങ്ങനെ നോക്കുന്നുണ്ടോ, അക്ഷരങ്ങൾ കണ്ടോ, കഥ പറയുന്ന ആളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നു ഒക്കെ ഉണ്ടോ. എന്നാലും അയാൾ എന്താണാവോ മിണ്ടാണ്ട് പോയി, എന്താ തെറ്റ്? അത് തന്നെയാവും നമ്മുടെ ഉള്ളിൽ, മനസ്സ് അതിൻ്റെ പിന്നാലെ പോയി. അപ്പം നമുക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. നമ്മളും ചിലപ്പോൾ വല്ല കാര്യത്തിൽ ചിന്തിച്ച് പോകുമ്പോൾ ആരെങ്കിലും ഒരാൾ നമ്മളോട് എന്തെങ്കിലും ആ അവസ്ഥയിലൊക്കെ നമ്മൾ പെട്ടുപോയിട്ടുള്ളതാണ്. എന്നിട്ട് പോലും നമുക്ക് വീണ്ടും വിചാരമില്ല. അപ്പോൾ അവരിപ്പോൾ നമ്മളോട് മറുപടി പറഞ്ഞാലും മറുപടി പറഞ്ഞില്ലെങ്കിലും നമുക്കൊന്നും സംഭവിക്കാൻ പോണില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഉള്ളിൽ. മനസ്സ് ആണ് നമ്മുടെ ശത്രു. അപ്പം മനസ്സിലുണ്ടാവണം നമ്മളതിനെ നെഗറ്റീവായിട്ട് എടുത്തത് കൊണ്ടാണ് നമുക്ക് ദുഃഖം ഉണ്ടായത്. അതിനെ പോസിറ്റീവായിട്ട് അവരെന്തോ തിരക്കിട്ടായിട്ട് വേഗം പോകാട്ടോ, അല്ലെങ്കിൽ മിണ്ടാറുള്ളതാണെന്ന് ആലോചിച്ച് പോകുന്നു വെച്ചാൽ പിന്നെ അതിനെപ്പറ്റി ചിന്ത ഉണ്ടാവില്ല. നമ്മൾ ഇവിടെ അവിടുന്ന് 2 അടി വയ്ക്കുമ്പോഴേക്കും അവരെ കണ്ടതും പറഞ്ഞതൊക്കെ മറന്നുണ്ടാവും. അപ്പോൾ ഈ മനസ്സാണ് എല്ലാത്തിനും ബന്ധം ഉണ്ടാക്കണത്. അപ്പോൾ അതുകൊണ്ടാണ് ദേഷ്യമൊക്കെ ഉണ്ടാവണത്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് ഈ രക്തം പോലെ വർണ്ണമുള്ള വസ്തുക്കളുണ്ടല്ലോ, അങ്ങനെ ചുവപ്പ്, പച്ച,
അങ്ങനെയുള്ള വസ്തുക്കൾ. ഈ സ്ഫടികം എന്ന് പറഞ്ഞാൽ നല്ല വെള്ള നിറമാണ്. അതൊരു പച്ചയുടെ മുമ്പിലാണ്, പച്ച ഇല അതിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഫടികത്തിന് പച്ച നിറം തോന്നും. ചുമന്ന ഒരു പൂവ കൊണ്ടുവച്ച ചുമന്ന നിറം തോന്നും. അപ്പോൾ അങ്ങനെ ശരിക്കും സ്ഫടികത്തിന് നിറമുണ്ടോ? നിറമില്ല. അതുപോലെയാണ്. അങ്ങനെ സൂക്ഷ്മമായി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിയും ഇന്ദ്രിയങ്ങൾ അതിൻ്റെയൊക്കെ സാമീപ്യ നിമിത്തം ആണ് ഇങ്ങനെ സംസാര ബന്ധം ഉണ്ടാവുന്നത്. അത് നമുക്ക് അറിവില്ലായ്മ കൊണ്ട് വരുന്നതാണ്. അപ്പം അതുകൊണ്ട് കാമനകളെ ആശ്രയിക്കുന്നത് കൊണ്ടാണ് ആത്മാവ് ഓരോരോ ആഗ്രഹങ്ങളാണ് നമുക്ക് ഇതിലൊക്കെ കാരണം ഉണ്ടാവുന്നത്. അപ്പം അതുകൊണ്ട് അതിൽ നിന്ന് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ആ ജീവൻ പ്രളയകാലം വരെ നാനാ ശരീരങ്ങളൊക്കെ സ്വീകരിച്ച് ചുറ്റിത്തിരിയേണ്ടി വരുന്നത് ഈ അജ്ഞാനം നിമിത്തമാണ്. കാരണം ആ ശരീരത്തിലുണ്ട് ഞാൻ എന്നുള്ള ഭാവത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളുടെയൊക്കെ ആ ഫലങ്ങളെ അനുഭവിക്കാൻ വീണ്ടും വീണ്ടും ശരീരങ്ങൾ എടുക്കേണ്ടി വരികയാണ്. ഞാനെന്ന ഭാവത്തിലല്ലാണ്ട് എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് ഇതെല്ലാം ഈശ്വരേച്ഛയാണ്. ഈ ശരീരം കിട്ടിയിരിക്കേണ്ട ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ഇതിൽ വന്നു ചേരുന്ന സുഖദുഃഖങ്ങളെല്ലാം പൂർവ്വജന്മകൃതമായ ആ കർമ്മപ്രാരാബ്ധങ്ങളാണ്. ഈ എന്ന് ഉറച്ചുകൊണ്ട് ഈ ജന്മത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൈകൊണ്ടോ മനസ്സുകൊണ്ടോ ചിന്ത കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒക്കെ ചെയ്ത എല്ലാം സകലം നാരായണായേതി സമർപ്പയാമി നാവ് കൊണ്ടല്ല പറയണ്ടേ. നമ്മൾ അത് ഉറപ്പിച്ച് നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഈശ്വരന് സമർപ്പിച്ച് ചെയ്യുക. അപ്പം നമ്മളുടെ പ്രവൃത്തിയൊക്കെ പരിശുദ്ധമായിട്ട് തീരും. പിന്നെ ഈ പ്രവൃത്തിയുടെ ഫലം ഒന്നും ഇച്ഛിക്കാണ്ട് ചെയ്യുമ്പോൾ ആ ഫലം നമുക്ക് വന്ന് ചേരണില്ല. അപ്പം അങ്ങനെ ആ പുണ്യവും പാപവും ഇല്ലാണ്ടാവുമ്പോഴാണ് നമുക്ക് ജീവൻ മുക്തനാവാൻ സാധിക്കുക. അപ്പോൾ അത് മായയ്ക്ക് അടിമപ്പെടുന്നത് കൊണ്ടാണ് നമ്മളിതാ ഇങ്ങനെയൊക്കെ വരണത്. അപ്പോൾ ആ പൂർവ്വവാസനകൾക്കനുസരിച്ചിട്ട് വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന യന്ത്രം പോലെ പിന്നെയും ജനിക്കുകയും മരിക്കുകയൊക്കെ ചെയ്യുകയാണ്. ആ ചക്രത്തെ ലംഘിക്കാനായിട്ട് സാധിക്കില്ല. അതിന് വേണ്ടിയിട്ട് എന്ത് വേണം? സത്സംഗം ലഭിക്കണം. ഭക്തന്മാരായോടുകൂടിയിട്ട് ചേർന്നിട്ട് ആ സത്സംഗം ലഭിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി അങ്ങോട്ട് തിരിയുകയാണ്. അപ്പോൾ ഭഗവാന്റെ കഥകൾ കേൾക്കാനായിട്ട് ശ്രദ്ധയുണ്ടാവും. പിന്നെ ആ കഥകളിലൂടെ ഈശ്വരനാമം ജപിച്ച് നമുക്ക് നമ്മുടെ ഓരോ കർമ്മ പ്രാരാബ്ധങ്ങളും കർമ്മവാസനകളൊക്കെ മാഞ്ഞു പോകുന്നു. നാമം ജപിക്കുക തന്നെയാണ് പൂർവ്വകൃതമായ കർമ്മവാസനകളെ ഇല്ലാണ്ടാക്കാൻ നാമജപത്തിന് മാത്രമേ സാധിക്കുള്ളൂ. അങ്ങനെയായാൽ മുക്തനായിട്ട് തീരും. അങ്ങനെ ഈ വിധം ചിന്തിക്കുന്നവർക്ക് സംസാര ദുഃഖമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്ത് വരുമ്പോഴും ഈശ്വരേച്ഛയാണെന്ന് കാണുമ്പോൾ നമുക്കതിനെ തരണം ചെയ്യാനുള്ളൊരു കരുത്ത് നമുക്ക് കിട്ടും. എന്തു വന്നാലും. ഇന്നലെ ഒരമ്മ എന്നോട് സംസാരിച്ചു. അച്ഛനും അമ്മയ്ക്കും കൂടിയിട്ട് ഒരൊറ്റ മകനേ ഉള്ളൂ. ആ മകൻ വിവാഹം കഴിക്കണില്ല. എന്നിട്ട് അമ്മ എപ്പോഴും എന്നോട് സങ്കടം പറയും. ഒന്ന് പ്രാർത്ഥിക്കുമോ, എൻ്റെ മോനൊരു കല്യാണം ആവാൻ ഒന്ന് പ്രാർത്ഥിക്കുമോ. അപ്പം ഞാൻ ഒക്കെ ഭഗവാന്റെ ഇച്ഛ പോലെ ആവട്ടെ, അങ്ങനെ ഒരു യോഗം ഉണ്ടെങ്കിൽ അത് നടക്കും അമ്മേ. അപ്പോൾ അമ്മയ്ക്ക് നിർബന്ധമാണ്. എനിക്ക് ചിലപ്പോൾ അമ്മയുടെ കഥ കേൾക്കുമ്പോൾ ആത്മദേവൻ പഴം വാങ്ങിയ കഥ പോലെ തോന്നും എനിക്ക്. പാവം അത്രയും നിർബന്ധം ഒരു വിവാഹം കഴിക്കാൻ. എന്നിട്ട് 40 വയസ്സൊക്കെ ആയപ്പോഴാണ് ആ മകൻ ഒരു വിവാഹം കഴിച്ചത്. അപ്പോൾ അപ്പോഴേക്കും ഈ അച്ഛനമ്മമാർക്ക് നല്ലോണം പ്രായമായി. അവർ വൃദ്ധരായിട്ട് തീർന്നു. വിവാഹം കഴിഞ്ഞതോട് കൂടിയിട്ട് ആ മകൻ പിന്നെ അത്രയും സ്നേഹിക്കുന്ന അച്ഛനെയും അമ്മയും തിരിഞ്ഞു നോക്കില്ല. ആ പെൺകുട്ടി പറയണ പോലെ മാത്രമേ ഉള്ളൂ. അവർക്കൊരു മോനുണ്ടായി. ആ കുട്ടിയെ തൊടാനോ അതിനെ ലാളിക്കാനോ ഒന്നും അവർക്ക് സമ്മതിക്കില്ല. വീട്ടിൽ വരുമ്പോൾ ആ കുട്ടി പറയണത് ആ കുട്ടിയുടെ ഇതിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അത് അച്ഛൻ ഈ അടുത്തിടയ്ക്ക് അച്ഛൻ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് പോയി. അമ്മ തന്നെയായിപ്പോൾ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ആരുടെയൊക്കെയോ വീട്ടിൽ പോയി നിൽക്കുകയായിരുന്നു. ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഏതെങ്കിലും ഓർഫനേജിൽ പോയാലോ എന്ന് വിചാരിക്കാൻ. ഞാൻ പറഞ്ഞു, നല്ല കാര്യം അമ്മേ പൊക്കോളൂ. കാരണം ഇത്ര കാലം നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ടോ ദുഃഖിച്ച് നമ്മുടെ ജീവിതം കളഞ്ഞു. ഇനി ശേഷിക്കുന്നത് പരീക്ഷത്തിൻ്റെ കാര്യം പറയുമ്പോൾ 7 ദിവസമേ ഉള്ളൂ എന്ന് വെച്ചാൽ 7 ദിവസം, 7 നാഴികയാണെങ്കിൽ 7 നാഴിക, 3:45 നാഴികയാണെങ്കിൽ 3:45 നാഴിക. എവിടെയാണോ അമ്മയ്ക്ക് ശാന്തി സമാധാനം കിട്ടണത് അമ്മ അവിടെ പോയി വസിച്ചിട്ട് ഈശ്വരനാമം വേറെ ഒന്നും വേണ്ട, അമ്മ നാമം ജപിച്ച് സന്തോഷമായിട്ടിരിക്കും. ഇനി ഒരു കർമ്മപ്രാരാബ്ധങ്ങളും അമ്മ ഏറ്റെടുക്കേണ്ട, അമ്മയെ തേടി വരികയില്ല. അമ്മ നാമം ജപിച്ചുള്ളതൊക്കെ ഈശ്വരൻ്റെ അനുഗ്രഹമായിട്ട് കാണുക.
നമ്മൾ ഏതിനെയൊക്കെയാണോ എൻ്റേന്ന് കരുതി ആ സ്നേഹം കൊണ്ട് മമത്തുണ്ടാക്കി തീർത്തത് അത് മുഴുവനും നമുക്ക് ദുഃഖം മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ പുറമേ നിന്നുള്ളെല്ലാം നമുക്ക് ദുഃഖേ തരുള്ളൂ. അപ്പോൾ നമുക്ക് ഏകാശ്രയം ഈശ്വരനാണ്. അപ്പോൾ ഇതിപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും കരുത്തോട് കൂടിയിട്ട് അസുഖമാണ് അവർക്ക്, സുഖമില്ലാത്തവരാണ്. ഈ അച്ഛനാണ് അമ്മയെ കൊണ്ട് തന്നത്, അതിനത്രയും ശരീര സുഖമില്ലാത്തതാണ്. അങ്ങനെ അസുഖമുള്ള അമ്മ ഇന്നും കരുത്തോട് കൂടിയിട്ട് അതിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ട് നടക്കണമെങ്കിൽ അമ്മയ്ക്ക് കരുത്തായിട്ട് അമ്മയെ ചേർത്ത് പിടിച്ചിരിക്കേണ്ട ആരാ? ഭഗവാനാണ്. ഉറപ്പായിട്ടും അമ്മയ്ക്ക് ഇപ്പം അത് അനുഭവമാവണില്ലേ ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു, എനിക്ക് തീർച്ചയായിട്ടും അനുഭവമുണ്ട്. അമ്മ ഇനി ആരെയും ചിന്തിക്കണ്ട. ഇനി ഇതിങ്ങനെ പറയുമ്പോൾ പലരും അമ്മയുടെ അടുത്ത് കൂടിയിട്ട് പറയും, അയ്യോ കഷ്ടേ, ഇത്ര നല്ല നിലയിൽ ജീവിച്ചിട്ട് അനാഥാലയത്തിൽ പോകണം, അങ്ങനെ ചെയ്യണം, അങ്ങനെ വേണം, കേസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പലരും പിന്നാലെ നടക്കാൻ വരും. അതിനൊന്നും പിന്നാലെ നിൽക്കരുത് കേട്ടോ അമ്മയുടെ മനസ്സിലെ ശാന്തി സമാധാനം ഇതാണ്. അപ്പോൾ അമ്മ അതിന് അനുയോജ്യമായിട്ട് എവിടെയെങ്കിലും അത് ഭഗവാൻ തന്നെ കൊണ്ടുവന്ന് എത്തിച്ചോളൂ. അമ്മ പേടിക്കേണ്ട. അങ്ങനെയാണ് അമ്മയുടെ ചില അമ്മയ്ക്ക് അവിടെ സമാധാനമാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ അറിയാലോ, ഭഗവാൻ തന്നെ അമ്മയെ കൊണ്ടുവന്ന് എത്തിക്കും. അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, അമ്മയുടെ കൂടെ ഈശ്വരനുണ്ട് എന്ന് പറയുക. അത് അമ്മയുടെ ജീവിതത്തിൻ്റെ അനുഭവമാണ് അമ്മ പറഞ്ഞത്. അവസാന നിമിഷത്തെ ഒരു അനുഭവം ഇന്നലെ എന്നെ വിളിച്ച് സംസാരിച്ചതാണ്. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിലും നമ്മൾ ഒരവസ്ഥയിലും നമുക്ക് താങ്ങായിട്ട് ഭഗവാനുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ്, പ്രാരാബ്ധങ്ങളൊക്കെ ഈശ്വരൻ തരണതാണ്. സുഖമായാലും ദുഃഖമായാലും അതിനെ ഒരുപോലെ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ദുഃഖം ഉണ്ടാവില്ല. അപ്പം നമുക്ക് പിന്നെ ദുഃഖിക്കേണ്ടി വരില്ല. ദുഃഖിക്കേണ്ട എന്തെങ്കിലും കാര്യം വന്നാലും അത് ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുമ്പോൾ അതുകൊണ്ട് നമ്മൾ തളർന്നു പോവില്ല. ദുഃഖമില്ല എന്നല്ല, തളർന്നു പോവില്ല. തളരാണ്ട് നമ്മളെ രക്ഷിക്കാൻ ഭഗവാൻ അങ്ങനെ രക്ഷിക്കും. അപ്പോൾ അതുകൊണ്ട് നിനക്ക് തീർച്ചയായിട്ടും എൻ്റെ വാക്കുകൾ വേണ്ടതുപോലെ ഉള്ളിലെന്നും ധ്യാനിക്കുക. ഈ ഭാഗങ്ങൾ ഒക്കെ നമ്മളിങ്ങനെ വായിച്ചിട്ട് എപ്പോഴും അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ശരിക്കും ആ തത്വാർത്ഥ ബോധം നിറയും. അപ്പോൾ തീർച്ചയായിട്ടും മോക്ഷം ലഭിക്കും. ഞാൻ പറഞ്ഞത് കള്ളല്ല എന്ന് ആരാ പറയണേ? ശ്രീരാമചന്ദ്രപ്രഭു പറയണേ. അപ്പോൾ ഭഗവാന്റെ ഒരു കേട്ടപ്പോൾ സന്തോഷത്തോടു കൂടിയിട്ട് വിസ്മയത്തോടു കൂടിയിട്ട് താര അതെ നമസ്കരിക്കുന്നു. അങ്ങനെ ആ താരയുടെ മോഹം ഇല്ലാണ്ടായി, മനസ്സ് തെളിഞ്ഞ് ദേഹാഭിമാനം നിമിത്തമുള്ള ദുഃഖമൊക്കെ ഇല്ലാണ്ടായിട്ട് ആത്മാനുഭൂതി കൊണ്ട് സന്തോഷത്തോടു കൂടിയിട്ട് ജീവൻ മുക്തയായിട്ട് ആ ശ്രീരാമനോട് അല്പസമയമുണ്ടായ സത്സംഗം കൊണ്ട് സ്ത്രീയാണെങ്കിലും പരമഭക്തിയായിട്ട് തീർന്ന് മായാബന്ധങ്ങളൊക്കെ മുക്തയായിട്ട് തീർന്നു. ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന സുഗ്രീവനും ദുഃഖങ്ങളൊക്കെ ഒഴിഞ്ഞിട്ട് ജ്ഞാനമുണ്ടായി എന്നുള്ള ഭാഗം വരെ ഇപ്പം അത് ആ ഭാഗങ്ങളാണ് ഇനി വായിക്കാനുള്ളത്. എവിടെ വരെയാണ് നമ്മൾ വായിച്ച് നിർത്തിയതെന്ന്? യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ തൊട്ടല്ലേ വായിക്കണ്ടേ? ഇനി യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതസി സംസാര ദുഃഖമവനില്ല. നീയും മയാ പ്രോക്തമോർത്തു വിശുദ്ധമായി മായാ വിമോഹം കലക മനോഹരെ. കർമ്മബന്ധത്തിങ്കൽ നിന്നുടൻ വേർപെട്ടു നിർമ്മല ബ്രഹ്മണി തന്നെ ലയിക്ക നീ. ചിത്തേ നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കൽ എത്രയും ഭക്തിയുണ്ടെങ്കിൽ അതുകൊണ്ടു രൂപമേവം നിനക്കു കാട്ടിത്തന്നു. താപാമിനി കളഞ്ഞാലൂമശേഷം നീ. അപ്പം എന്തുകൊണ്ടാണ് താരയ്ക്ക് ഇങ്ങനെ ഒരു ഉപദേശം ഭഗവാൻ കൊടുത്തതെന്ന് വെച്ചാൽ, കഴിഞ്ഞ ജന്മത്തിൽ നിനക്ക് ഭക്തി ഉണ്ടായിരുന്നു. ആ ഭക്തി കൊണ്ടാണ് നിനക്ക് ഞാനുമായിട്ട് സംഘം ഉണ്ടായത്. അതുകൊണ്ടാണ് നിനക്ക് ഈ തത്വാർത്ഥം പറഞ്ഞപ്പോൾ ഈ തത്വാർത്ഥം എല്ലാം ബോധിപ്പിച്ചു തന്നത് എന്നതാ ഭഗവാൻ പറയുന്നു. താപാമിനി കളഞ്ഞാലുമശേഷം നീ ഈ ധ്രുവം ഈദൃശം ധ്യാനിച്ചു കൊള്ളുകയും മധ്വജനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്ക് മോക്ഷം വരും നിർണയം. കൈതവാമല്ല പറഞ്ഞതു കേവലം. ശ്രീരാമവാക്യാനന്ദേന കേട്ടൊരു താരയും വിസ്മയം പൂണ്ടു വണങ്ങിനൻ മോഹാമകന്നു തെളിഞ്ഞിതു ചിത്തവും ദേഹാഭിമാനജ ദുഃഖവും പോക്കിനാൾ.
ആത്മാനുഭൂതി കൊണ്ടാശു ആത്മബോധേന ജീവൻ മുക്തയായിടിനാൾ. മോക്ഷപ്രദനായ രാഘവൻ തന്നോട് കൽക്ഷണം സംഘമാത്രേണ താരയും ഭക്തി മുഴുത്തീട്ടനാദിബന്ധം തീർന്നു മുക്തയായാളൊരു നാരിയെന്നാകിലും വ്യഗ്രമെല്ലാം അകലെ പോയി തെളിഞ്ഞിതു. സുഗ്രീവനും ഇവ കേട്ടോരനന്തരം അജ്ഞാനമെല്ലാം അകന്നു സൗഖ്യം പൂണ്ടു വിജ്ഞാനമോടതിസ്വസ്ഥനായ എന്തുലം സുഗ്രീവനോടരുൾ ചെയ്താനന്തരം അഗ്രജപുത്രനാമങ്കഥൻ തന്നെയും മുന്നിട്ട് സംസ്കാരമാദികർമ്മങ്ങളെ പുണ്യപര്യന്തമാകന്ത ചെയ്ക നീ രാമാജ്ഞയാ തെളിഞ്ഞാശു സുഗ്രീവനും രാമോദപൂർവമൊരുങ്ങി തുടങ്ങിനാൻ. സൗമ്യമായുള്ളൊരു താരയും പുത്രനും ബ്രാഹ്മണരോ മാത്യപ്രധാനന്മാരും പൗരാജനങ്ങളുമായി നൃപേന്ദ്രോജിതം ഭേരി മൃദംഗാദി വാദ്യഘോഷത്തോടും ശസ്ത്രോക്തമാർഗേണ കർമ്മം കഴിച്ചതാസ്നത്വാജകാമരകൂത്തമാസന്നിധോ മന്ത്രികളോടും പ്രണമ്യ പാദാംബുജ മന്ദർമുദ പറഞ്ഞൻ കവിപുങ്കവൻ രാജ്യത്തെ രക്ഷിച്ചു കൊള്ളുക വേണമിനി ഭുജനാകം നിന്തിരുവടി സാധനം ദാസനായുള്ളൊരടിയനിനി തവാശാസനയും പരിപാലിച്ചു സന്തതം ദേവേശതേ ദേവദേവേശത്തെ പാദപത്മദ്വയം സേവിച്ചു കൊള്ളുവാൻ ലക്ഷ്മണനെ പോലെ സുഗ്രീവ വാക്കുകൾ ഇത്തരം കേട്ടുടൻ അഗ്രേ ചിരിച്ചരുൾ ചെയ്തു രഘുത്തമൻ. ജാനകി ജീവനസ്മരണം. ഇതൊക്കെ കഴിഞ്ഞ് ആ ലക്ഷ്മണനെ എല്ലാ കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ വീണ്ടും സുഗ്രീവൻ പറയണത് എന്താ? പൂജ്യനായ അങ്ങ് രാജ്യത്തെ രക്ഷിച്ചോളൂ, ഞാൻ ലക്ഷ്മണനെ പോലെ അവിടുത്തെ പാദങ്ങളെ സേവിച്ചു കൊള്ളാം. അതാണ് നമുക്ക് ഒരു അനുഗ്രഹം ഈശ്വരനിൽ നിന്നാണ്, ഈശ്വരാനുഗ്രഹം. അപ്പം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തെളിയും. അടുത്ത നിമിഷം ഇതിങ്ങനെ ചഞ്ചലമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിനെയാണ് ആ സുഗ്രീവനിലൂടെ കാണിച്ചു തരുന്നത് നമുക്ക്. അപ്പോൾ ഇവിടെ പറഞ്ഞു ഇനി അപ്പോഴും ഭഗവാൻ എന്താ ചെയ്തത്? ചിരിച്ചിട്ട് ഉത്തരം പറയണം. ഭഗവാൻ അറിയാം അതിൻ്റെയൊക്കെ ആ തീവ്രത എത്ര ഉണ്ട് എന്നുള്ളത്. നീ തന്നെ ഞാനതീനിൽ ഒരു സംശയം പ്രീതനായി പോയാലും ആശൂമമാജ്ഞയ രാജാധിപത്യം നിനക്ക് തന്നേനി പൂജ്യനായി ചെന്ന അഭിഷേകം കഴിക്ക നീ. ന്യൂനാമൊരു നഗരം പൂകയുമില്ല ഞാനോ 14 സംവത്സരത്തോളം സൗമിത്രിയും അഭിഷേകമാതലാൽ സാമർഥ്യമുള്ള കുമാരനെ പിന്നെ നീ യൗവരാജാർത്ഥമഭിഷേചയ പ്രഭോ സർവ അധീനം നിനക്കു രാജ്യം സഖേ ബാലിയെപ്പോലെ പരിപാലനം ചെയ്തു ബാലനെയും പരിപാലിച്ചു കൊള്ളുക നീ. അദ്രീശികാരെ വസിക്കുന്നതുണ്ട് ഞാൻ അദ്യ പ്രബോധി ചാതുർമാസ്യമാകുലാൽ. പിന്നെ വരിഷം കഴിഞ്ഞാൽ അനന്തരം അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്യുക നീ. തന്നങ്കി താനിരിപ്പേടം അറിഞ്ഞു വന്നെന്നോട് ചൊൽകയും വേണം മമാസഖേ. അത്ര നാളും പുരത്തിങ്കൽ വസിക്ക നീ നിത്യാസുഖത്തോടു ധാരാത്മജൈ സമം. രാഘവൻ തന്നോട് അജിജ്ഞയും കൈക്കൊണ്ടു വേഗേന സൗമിത്രിയോട് സുഗ്രീവനും ചെന്നു പുരീക്ക് അഭിഷേകവും ചെന്നു പുരീപുക്ക് അഭിഷേകവും ചെയ്തു വന്നിതു. രാമാന്തികെ സുമിത്രാത്മജൻ സോദരനോടു പ്രവർഷണാഖ്യേ ഗരോ സാദരം ചെന്നു കരേറി രഘുത്തമൻ. ഉന്നതാമുദ്ധ ശിഖരം പ്രവേശിച്ചു നിന്ന നേരാമൊരു ഗഹ്വരം കാണായി. സ്ഫാടികാദിത്തി കലർന്നു വിളങ്ങിന ഹാടകാദേശം മണിപ്രവരോജ്വലം ഹിമാതാപവാരണം പാദപാവൃന്ദാഫലമൂലസഞ്ചിതം തത്രൈവ വാസായ രോജയാമാസ സൗമിത്രിണ ശ്രീരാമചന്ദ്രൻ മനോഹരൻ സിദ്ധയോഗീന്ദ്രാദി ഭക്തജനം സദാ മധ്യവേഷം പൂണ്ടു നാരായണൻ തന്നെ പക്ഷി മൃഗാതിരൂപം പൂണ്ടു ധരിച്ചന്വഹം പക്ഷിധ്വജനെ ഭജിച്ചു തുടങ്ങിനാൻ. സാവരാജംഗമാജാതികളെ വരും ദേവനെ കണ്ടു സുഖിച്ചു മരുവിനാൻ. ജാനകി ജീവനസ്മരണം. അങ്ങനെ ആ സുഗ്രീവന് രാജ്യമൊക്കെ കൊടുത്ത് സുഖമായിട്ട് ഇരിക്കുമോ, ചാതുർമാസ്യം കഴിയണവരെ നീ കുറേ കാലം ഇങ്ങനെ ഭയപ്പെട്ട് ജീവിച്ചതല്ലേ, ഇനി സന്തോഷമായിട്ട് കുറച്ച് കാലം ജീവിച്ചോളൂ.
ചാതുർമാസ്യം കഴിയണ വരെ ഞാനിത് അവിടെ വസിക്കുന്നു. അപ്പോൾ ചാതുർമാസ്യം കഴിഞ്ഞതിന് ശേഷം നീ പോയി കഴിഞ്ഞിട്ട് സീതയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ടുള്ളതൊക്കെ ചെയ്യണം എന്ന് എല്ലാം പറഞ്ഞു. അപ്പോൾ അതൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് അവർ പിന്നെ ഒരു ഗുഹയിൽ നല്ലൊരു ഗുഹാമുഖത്തെത്തിയിട്ട് അവിടെ ശ്രീരാമൻ ലക്ഷ്മണനോടൊത്ത് അവിടെ കഴിഞ്ഞു. അപ്പോൾ സിദ്ധന്മാരും യോഗീന്ദ്രന്മാരും ഭക്തജനങ്ങളൊക്കെ പക്ഷികളുടെയൊക്കെ രൂപം എടുത്തിട്ട് മൃഗങ്ങളുടെയൊക്കെ രൂപം പൂണ്ടിട്ട് മനുഷ്യരൂപത്തിൽ അവതരിച്ചിരിക്കുന്ന വിഷ്ണുവിനെ ഭജിക്കാനായിട്ട് അവിടെ വന്നു. അങ്ങനെ സാവരജംഗമങ്ങളായിട്ട് ജീവികളെല്ലാം ശ്രീരാമ ഭഗവാനെ കണ്ടിട്ട് ആനന്ദത്തോടു കൂടിയിട്ട് വസിച്ചു എന്നുള്ള ഭാഗം വരെ പാരായണം ചെയ്ത് ഇവിടെ സമർപ്പിക്കുകയാണ്. അടുത്ത ഭാഗങ്ങൾ അടുത്ത ദിവസം പാരായണം ചെയ്യാനായിട്ട് ഭഗവാൻ അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 15ാമത്തെ ദിവസം പകുതി കഴിഞ്ഞു. നമ്മൾ പകുതി വായിച്ചെത്തിയിട്ടില്ല, ഇനിയുണ്ട് കുറേ വായിക്കാൻ. പകുതി ഭാഗം എത്തിയാവോ? നേരായ ശരിക്കും കഴിഞ്ഞ ദിവസം പറയാണ്, ഉത്തരരാമായണം വായിക്കാറില്ല. അത് സന്മാനന്ദ സ്വാമികൾ പറയണ വാക്കുകളാട്ടോ. നമ്മൾ രാമായണം വായിക്കും. എവിടെ വരെ വായിക്കും? അഭിഷേകം വരെ വായിക്കും. രാജ്യാഭിഷേകം വരെ വായിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഉത്തരരാമായണം വായിക്കില്ല. അതെന്താ? ഇത് വാൽമീകി മഹർഷി രണ്ടും എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും വായിക്കാനുള്ളത് തന്നെയാണ്. അതിൻ്റെ കഥകൾ അറിഞ്ഞാലേ ഇത് കൂടുതൽ ഉൾക്കൊണ്ട് വായിക്കാൻ പറ്റില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും വായിക്കേണ്ടത് തന്നെയാണ്. അത് ഗൃഹത്തിലിരുന്ന് എല്ലാവരും വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇത് അദ്ദേഹം പറയുകയാണ്, ഇതിലെന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞാൽ സുഖമായിട്ട് സന്തോഷമായിട്ട് എല്ലാവരും ഭാര്യയോടും മക്കളോടും ധനസമ്പത്തോടു കൂടിയിട്ട് ജീവിക്കാനിടവരും എന്ന് ഫലശ്രുതി. അത് കഴിഞ്ഞ് ഉത്തരരാമായണം വായിച്ചതിൻ്റെ ഫലശ്രുതി എന്താ? എങ്ങനെയാണോ അയോധ്യാനിവാസികളെല്ലാം ശ്രീരാമചന്ദ്രനോട് കൂടിയിട്ട് നേരെ മുക്തി ലഭിച്ചിട്ട് അവസാനം അങ്ങനെയാണല്ലോ, ഭഗവാൻ സരയൂലൈതി മുങ്ങണ സമയത്ത് പറയും എൻ്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചെന്ന് സരയൂല് മുങ്ങിയോട് കൂടിയിട്ട് അവർക്ക് മോക്ഷം ലഭിച്ചു. അപ്പോൾ എങ്ങനെയാണോ പൗരജനങ്ങൾക്ക് മുക്തി ലഭിച്ചത് അതുപോലെ നമുക്കെല്ലാം മുക്തി ലഭിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആർക്കെങ്കിലും മുക്തി, അദ്ദേഹം ചോദിക്കുക, മുക്തി വേണോ? ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ആർക്കും ആഗ്രഹമില്ല. ഇവിടുത്തെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ രാമായണം വായിക്കണത് തന്നെയെന്ന്. അപ്പോൾ അങ്ങനെ ആവരുത്. നമുക്ക് ഭഗവാന്റെ ആ മോക്ഷപ്രാപ്തി തന്നെയാണ്, ഭഗവാനിൽ അലിഞ്ഞു ചേരൽ തന്നെയാണ് നമ്മുടെ പരമമായ ലക്ഷ്യം. അത് വേണ്ട എന്ന് പറഞ്ഞാലും വേണ്ടാന്ന് പറഞ്ഞാലും ശരി, അത് കൂടാണ്ട് പറ്റില്ല. കുട്ടികൾ സ്കൂളിൽ പോയി പഠിക്കേണ്ടെന്ന് പറഞ്ഞാൽ അച്ഛനമ്മമാരെ നിർബന്ധിച്ച് അടിച്ചൊക്കെ അവിടെ കൊണ്ടുവന്നിരുത്തും. പക്ഷേ ഒരു കാലം കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുക അത് ഉപേക്ഷിച്ച് പോകാൻ പറ്റാത്തതാണ്. പിന്നെയും ഉപേക്ഷിച്ച് പോണവർ അത്രയും പിന്നെയും കഷ്ടപ്പെട്ട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതുപോലെ എന്തായാലും ഈ ജീവൻ എവിടെ നിന്നാണോ വന്നത് ആ ജീവൻ അവിടേക്ക് തന്നെ ചെന്ന് ചേരുന്നതാണ്. എവിടെ ചെന്ന് ഒളിച്ചിരുന്നാലും ഏതെല്ലാം മാർഗത്തിലൂടെ പോയിട്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ശ്രമിച്ചാലും പിന്നെയും ജനനം മരണങ്ങളിലൂടെ വന്ന് അനുഭവിച്ച് കുറേ അനുഭവിക്കേണ്ടി വരുന്നു മാത്രം. അത് മറ്റൊറ്റടിക്ക് തീരണത് ഇത് കുറേ അനുഭവിക്കേണ്ടി വരുന്നു മാത്രം. അത് നമുക്ക് രോഗങ്ങളും അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഡോക്ടറെ പോയി കാണാൻ വേണ്ട, അതിങ്ങനെ മതി ഇങ്ങനെ മതി എന്ന് പറയും. പിന്നെ അത് അധികമായി ചെന്ന് കാണുമ്പോൾ ഒന്നിന് 2 ഇരട്ടി ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരിക, വേദന അനുഭവിക്കേണ്ടി വരിക, ധനനഷ്ടം ഒക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിലൊക്കെ വരണ കാര്യങ്ങളല്ലേ അത്. അതുപോലെ തന്നെ ഇതിന്ന് ഒളിച്ചോടാനൊന്നും നമുക്ക് ഒരു ജീവനും പറ്റില്ല. കാരണം ഈ ജീവനെ എവിടെ നിന്നാണോ വന്നത് അവിടെ തന്നെയാണ് അതിനെ എത്തിപ്പെടേണ്ടത്. അത് എത്തിപ്പെടണം, ഇന്നല്ലെങ്കിൽ നാളെ എത്തിപ്പെടണം. എത്രയും വേഗം അവിടെ എത്തുകയാണോ അത്രയും ദുരിതങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ഒഴിഞ്ഞു പോവും എന്നുള്ളതാണ്. എത്താതിരിക്കില്ല, എന്തായാലും എത്തും. അപ്പോൾ അത് എപ്പോൾ എത്തണം? ഇനി അനുഭവിക്കണതിൻ്റെ ഇരട്ടി ദുരിതങ്ങളും ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചിട്ട് എത്തണോ അതോ പെട്ടെന്ന് തന്നെ എത്തണോ എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിച്ച് തീരുമാനിക്കുക. എല്ലാം വേണ്ടതുപോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇതിനിടയ്ക്ക് ഒരാൾ പറഞ്ഞു ഇവിടെ കർക്കിടക മാസത്തിൽ നമ്മുടെ ഇതിൽ പറഞ്ഞിട്ടോ, അവിടെ കർക്കിടക മാസത്തിൽ ഒരു തവണ ഞാൻ പൂർണ്ണമായിട്ടും കർക്കിടക മാസം കൊണ്ട് ഇത് വീട്ടിലിരുന്നാണ് അന്ന് വായിച്ചിരുന്നത്. അപ്പോൾ ഒരു തവണ പൂർണ്ണമായിട്ടുള്ള സമ്പൂർണ്ണ രാമായണം തന്നെ വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 31 ദിവസം കൊണ്ട് നമ്മളിവിടെ അഭിഷേകം മാത്രം വായിച്ച് ഇവിടെ സമർപ്പിക്കണേ. അപ്പം എന്നോടൊരാൾ ഒരു അഭിപ്രായം ചോദിച്ചു, ഇപ്പോൾ അമ്മ ഇവിടെ
നാമം ജപിക്കാനൊക്കെ അമ്മമാരൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അമ്മ ആഴ്ചയിലൊരിക്കലെങ്കിലും ആ രാമായണത്തിൻ്റെ ഉത്തരരാമായണം എടുത്തിട്ട് കർക്കിടക മാസം കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ആഴ്ചയിലൊരിക്കൽ ആ രാമായണം എടുത്തിട്ട് അമ്മമാരോട് വരാൻ പറഞ്ഞിട്ട് ഇതുപോലെ വായിച്ച് കഥ പറഞ്ഞു തരുമോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ അതും എന്നോട് പറഞ്ഞു, കഴിഞ്ഞ തവണ പറഞ്ഞതാണത്. അപ്പം ഞാൻ പറഞ്ഞു ഞാനത് കഴിഞ്ഞ തവണ ഇവിടെ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം അപ്പോൾ നമുക്ക് ഉത്തരരാമായണം മനസ്സിലാക്കാമല്ലോ. ഒരു തവണ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് വായിക്കാനൊരു സുഖമാണ് എന്ന് പറഞ്ഞു, ഒരു അഭിപ്രായം പറയുകയുണ്ടായി. അതും കൂടി ആ അഭിപ്രായം നിങ്ങളുടെ മുന്നിൽ വയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വേണ്ടതുപോലെ ചിന്തിച്ച് തീരുമാനം എല്ലാവർക്കും സാധിക്കട്ടെ. ഇവിടെ പറഞ്ഞതും കേട്ടതുമായിട്ടുള്ള എല്ലാം ഭഗവാന്റെ പാദത്തിൽ പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കാം. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവാനായിട്ട് ആ ഭഗവാന്റെ പാദത്തിൽ നമുക്ക് നമസ്കരിക്കാം. പിന്നെ ഇവിടെ പറയുന്ന ഓരോരോ കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളാനും സാധിക്കട്ടെ. മനസ്സ് പല വഴിക്ക് അലഞ്ഞു തിരിയാണ്ട് ഇന്ദ്രിയങ്ങളൊക്കെ ഏകാഗ്രമാക്കി നിർത്തിയിട്ട് ഇത് കേൾക്കാൻ സാധിക്കട്ടെ. മനസ്സാകുന്ന പുഷ്പം സമർപ്പിച്ചുകൊണ്ടാണ് നമ്മളിരിക്കുന്നത്. ഭഗവാന്റെ പാദത്തിൽ നമ്മുടെ മനസ്സിനെ ചേർത്ത് വയ്ക്കണു എന്നുള്ള ഭാവത്തിൽ പുഷ്പം സമർപ്പിക്കാൻ പറയാറുണ്ട്. അങ്ങനെ തന്നെ എല്ലാവരും സമർപ്പിക്കണമെന്ന് കരുതട്ടെ. അപ്പോൾ നമ്മുടെ ആ മനസ്സ് ഭഗവാനോട് ചേർത്ത് വയ്ക്കണം. ഈശ്വര സന്നിധിയിൽ ഇരിക്കണ സമയത്തെങ്കിലും മനസ്സ് നമുക്ക് ആ ഭഗവാനോട് ചേർത്ത് വയ്ക്കാനായിട്ട് സാധിക്കട്ടെ. ഇന്ദ്രിയങ്ങളെല്ലാം ആ ഭഗവാനിലേക്ക് രമിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി 15 ദിവസം എങ്ങനെയാണോ യാതൊരു വിഘ്നങ്ങളും ഇല്ലാണ്ട് ഈ ഒരു പാരായണത്തിനെ മുന്നോട്ട് കൊണ്ടുപോയത്, അതുപോലെ തുടർന്നും ഇത് പാരായണം ചെയ്ത് വേണ്ടതുപോലെ സമർപ്പിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണം അവിടെ സമർപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പാ ശരണം. മുല്ലോർലിത്തേവരേ ശരണം. സർവേശ്വര മംഗലത്തപ്പാ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ജാനകീ ജീവനസ്മരണം. നമഃ പാർവതീപതയേ. ആഞ്ജനേയ സ്വാമിക്ക് ജാനകീ ജീവനസ്മരണം. ഗോപികാ ജീവനസ്മരണം. ജയ് ജയ് ശ്രീരാധേശ്യം. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണപ്രാണാധിക പ്രിയേ. പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ. ബ്രഹ്മ വിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരലും ശുഭേ. തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി. ഗംഗപത്മാവതീ രൂപേ ഷഷ്ടിമംഗളചണ്ഡികേ. കൈതൊഴാം തുളസീ രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി. തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി. നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി. ഭവക്കടലിൽ നിന്നെന്നെ സദയം കരകേറ്റണേ. ഗോലോകനാഥയം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ. ബർഹാപീഠം നടവരവപു കർണയോ കർണികാരം. ബിഭ്രദ്വാസക്കനകവിശം വൈജയന്തിം ചമാലാം. രന്ധ്രൻ വേണോരധരസുതയാ പൂരയൻ ഗോപവൃന്ദൈ. വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശദ്ഗീതകീർത്തിം. ഗോലോകനാഥനം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം. രാധാസഹായമതിസുന്ദരമന്ദഹാസം. വാതാലയേശമനിശം ഹൃദി ഭാവയാമി.
ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീഹരയേ നമ. ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടു അലഞ്ഞിടാതെ തീരേണമേ കൃഷ്ണമദീയ ജന്മം. ശ്രീഹരയേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവരും ഉറക്കെ ചൊല്ലും. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ശ്രീഹരയേ നമഃ ഹരേ ഗുരുവായൂരപ്പ ശരണം.